186, unit number 9. Today we are going to take ഒമ്പതാമത്തെ chapter, unit 9, BPAS 186. Okay, the unit 9 heading is time management approaches and techniques. Yesterday also I was telling this in continuation of that. അതിൻ്റെ തുടർച്ചയാണിത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതായതുകൊണ്ട് ഇതിൻ്റെ ടെക്നിക്സ്. അപ്പോൾ അപ്രോച്ചസ് ടു ടൈം മാനേജ്മെൻറ്റ്, ടെക്നിക്സ് ഓഫ് ടൈം മാനേജ്മെൻറ്റ്, അതായത് എന്താ പറയുന്ന അച്ചീവ് സക്സസ് ആൻഡ് ഹാപ്പിനെസ് ഇൻ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ്. രണ്ട് ആവശ്യമാണ്. പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും നമ്മളെ നേട്ടം കൈവരിക്കണം. സോ അക്കംപ്ലിഷ് സ്പെസിഫിക് ടാസ്ക് and goals within the stipulated time. Okay, that is within the stipulated time. നമുക്ക് ഓരോന്നും ചെയ്യാനുള്ള സമയമുണ്ട്, ആ സമയത്ത് ചെയ്യണം. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. ഇതിൽ പറയാനുള്ളത് നമ്മുടെ 4 ഘട്ടം, ഇതിൽ പുസ്തകത്തിൽ ഇല്ലാത്തതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ 4 സ്റ്റേജസ് ഉണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ വായിക്കുക, ഞാൻ അഡീഷണൽ ഇൻഫർമേഷൻ ആണ് ഞാൻ പറയുന്നത്. ദാറ്റ് ഈസ് 1 ഈസ് എക്സ്പ്ലോറേറ്ററി സ്റ്റേജ്. ഓക്കെ, പുസ്തകത്തിലില്ല. ഓക്കെ, എക്സ്പ്ലോറേറ്ററി സ്റ്റേജ് പറഞ്ഞാൽ നമുക്ക് 28 വയസ്സ് വരെ, അല്ലെങ്കിൽ 29, 30 മാക്സിമം വയസ്സ് വരെ നമുക്ക് എന്ത് വേണിച്ചാലും പഠിക്കാം. ഒരു ജോബിൽ നിന്ന് മറ്റേ ജോബിലേക്ക് ചാടാം. യാതൊരു കൂടുതൽ ലയബിലിറ്റിയോ അല്ലെങ്കിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത, ഏകദേശം ഇല്ല എന്നല്ല പറയുന്നത്, കുറച്ചൊക്കെ റിലാക്സേഷൻ കിട്ടുന്ന സമയമാണ് സമയം. ഏത് 20 വയസ്സ് മുതൽ 28, 29, ചിലപ്പോൾ മാരേജ് കഴിഞ്ഞിട്ടുണ്ടാവില്ല, അങ്ങനെ കഴിക്കാൻ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള ഇതാണ്. അപ്പം അത്ര കഠിനമായിട്ടുള്ള നമുക്ക് ആ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാത്ത ഒരു സമയം. വി ക്യാൻ ടേക്ക് ചാൻസ്, റിസ്ക് ഇൻ അവർ ലൈഫ്, ദാറ്റ് വി ക്യാൻ ജമ്പ് ഫ്രം വൺ ഓർഗനൈസേഷൻ ടു അനദർ ഓർഗനൈസേഷൻ. നമുക്ക് റിസ്ക് എടുക്കാം. അങ്ങനെ ജോബ് മാറി ആക്കാം. ഇതാണ് എക്സ്പ്ലോറേറ്ററി സ്റ്റേജ്. ഇതെല്ലാവരും ഒരേമാതിരി അല്ല, ഓരോരുത്തർക്കും ഓരോ വിധം. ഞാൻ ഏകദേശമാണ് ഞാൻ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെ, ദാറ്റ് ഈസ് കോൾഡ് എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജ്. എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജ് പറഞ്ഞാൽ യു ഹാവ് ടു എസ്റ്റാബ്ലിഷ് യുവർ സെൽഫ്. ഈ 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെ നമുക്ക് വിദ്യാഭ്യാസം പൂർണ്ണമാക്കണം. നമ്പർ 1 മാരേജ്, മക്കളുടെ പഠനം, സെക്യൂർഡ് ജോബായിരിക്കണം. ആ സമയത്ത് റിസ്ക് എടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വിവാഹം എല്ലാം കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമല്ലല്ലോ, കുടുംബത്തിനെ നമ്മൾ നോക്കണ്ടേ, അതിന് പൈസ ഉണ്ട്. അപ്പോൾ അതേമാതിരി കുട്ടികൾ, അതേമാതിരി അവർ വിദ്യാഭ്യാസം, മറ്റേതൊക്കെ. അപ്പോൾ യു ഹാവ് ടു എസ്റ്റാബ്ലിഷ് യുവർ സെൽഫ് ഡ്യൂറിങ് ദിസ് സ്റ്റേജ്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റേജ്. അതായത് 30 മുതൽ 40 വരെ. ഇനി 40 മുതൽ 50 വരെ, അതാണ് മെയിൻ്റനൻസ് സ്റ്റേജ്. യു സാറ്റിസ്ഫൈ വിത്ത് വാട്ട് യു ഹാവ്. ഉള്ളത് കൊണ്ട് ആ സമയത്ത് നമുക്ക് റിസ്ക് എടുത്തിട്ട് മറ്റോടൊക്കെ ചാടാനൊന്നും ബുദ്ധിമുട്ടാവില്ല. എവിടെയും ജോലി ചില സമയത്ത് അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റും. കാരണം ഈ പീരീഡ് ഉണ്ടല്ലോ, നിങ്ങളുടെ 40 മുതൽ 50 വരെ എന്ന് പറഞ്ഞാൽ ഒരു പടി ഓബ്ലിഗേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് വയസ്സായ അച്ഛൻ, അല്ലെ അമ്മ, അല്ലെങ്കിൽ ഭാര്യ, കുട്ടികളുടെ പഠനം, അതേമാതിരി ഒരു വേണ്ടി ലയബിലിറ്റിയും റെസ്പോൺസിബിലിറ്റി ഉള്ള സമയമാണത്. അപ്പം നിങ്ങൾക്ക് ജോബ് മാറാൻ പറ്റില്ല. അപ്പോൾ യു ടു മെയിൻറ്റെയിൻ ഏത് ജോബാണ് അതന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് വരുമാനം ഉണ്ടാകും. കാരണം ഏതെങ്കിലും ആ സമയത്ത് നിങ്ങൾ വേറൊരു ജോബിലേക്ക് പോകണ്ടെന്നല്ല പറയുന്നത്. എത്രയോ ആളുകൾ പോയിട്ടുണ്ട്, അതല്ല പറയുന്നത്. ഞാൻ ഏകദേശം പറയുന്നത്. പക്ഷേ റിസ്ക് എടുക്കരുത്, കാരണം ഇവിടെ ഫാമിലി സഫർ ചെയ്യും. അതാണ് മെയിൻ സ്റ്റേജ്. ദെൻ 50 to 56 or 57 or 58 or 60, എന്താ പറയാൻ കാരണം അറിയോ, 56 ചിലർ റിട്ടയർമെന്റ് ഏജ് ആണ്. സ്റ്റേറ്റ് ലൈക്ക് കേരള, വെസ്റ്റ് ബംഗാൾ 55 തോന്നുന്നുണ്ട്. 56 എനിക്കറിയില്ല, പക്ഷെ കേരളത്തിൽ 56. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിൽ PSUവിൽ 58. സെൻട്രൽ ഗവൺമെന്റിൽ 60 വരെയുണ്ട്. അതേമാതിരി ജുഡീഷ്യറി ചിലപ്പോൾ 62, അങ്ങനെയൊക്കെയുണ്ട്, പല ഇതുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഡിക്ലൈൻ സ്റ്റേജ് ആണ്. ആ സമയത്ത് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോയി ജോലി കിട്ടില്ല. 50 വയസ്സ് 55 വയസ്സിലൊക്കെ അവിടെ പോയി എളുപ്പമല്ലല്ലോ, കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത്ര എളുപ്പമല്ല. അപ്പം ഈ സ്റ്റേജസ് ലൈഫിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് സ്റ്റേജസ്. അപ്പം നമ്മളെ ഈ സ്റ്റേജസിനുള്ളിൽ പല കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. സോ മേജർ ടീച്ചിങ് ഓഫ് ടൈം മാനേജ്മെന്റ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് ഇൻ പ്രൊമോട്ടിങ് എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്.
അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റീവ്സ് സെയിം നിങ്ങളുടെ ബുക്കിലുണ്ട് ഓൾറെഡി, അതുകൊണ്ട് ഞാൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇൻട്രൊഡക്ഷൻ യൂസ്ഡ് ഇൻ യൂണിറ്റ് 2, 5 and 7 that time management is very important for an employee individual to achieve success and happiness in personal and professional life. അതൊക്കെ പോട്ടെ. And when employee individual has to accomplish specific tasks and goals within a stipulated time frame, പറഞ്ഞു സമയത്തിന്റെ ആ സമയത്ത് നിങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ സമയം കഴിഞ്ഞിട്ടല്ല ചെയ്യുന്നത്, മനസ്സിലായി? ഇൻ ദിസ് യൂണിറ്റ് we will explain the main approaches and major techniques of time management. അതുകൊണ്ട് പല ടെക്നിക്കും ടൈം മാനേജ്മെന്റിന്റെ നമ്മൾ പറയും that can help in promoting efficiency and effectiveness in government organization as well as private sector system and suggest the appropriate techniques to be used for time management. അതാണ് ഇതിലെ അടുത്ത് അപ്രോച്ചസ്. അതായത് അപ്രോച്ചസ് ടു ടൈം മാനേജ്മെന്റ് കേട്ടോ. An approach is the analysis of a branch of a particular subject or theme is viewed and observed and then explained systematically. It is a way of looking at a system, subsystem. അപ്പം നമ്മൾ ഒരു കാര്യം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അതാണ് ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് ഇറ്റ്സ് മേജർ കൺസേൺ. അതിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു തീർക്കുന്നത്, ലോജിക്കൽ കൺസ്ട്രക്ഷൻ, മെത്തഡോളജി, കൺക്ലൂഷൻ, ഇതെല്ലാം. ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം എ തിയറി വിച്ച് ഈസ് മോർ റിഗറസ് in its construction and methodology. അപ്പോൾ and is arrived at through deeper empirical research. അങ്ങനെ പല നമ്മൾ റിസർച്ചിലൂടെ പല കാര്യങ്ങളും നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. തിയറീസ് ആർ കോമൺ ഇൻ നാച്ചുറൽ സയൻസസ് while approaches are more common in social science. തിയറി നാച്ചുറൽ സയൻസ് ആണ്, അപ്രോച്ചസ് ആർ കോമൺ ആൻഡ് സോഷ്യൽ സയൻസ് ആണ് അപ്രോച്ച്. അപ്പോൾ ഇവിടെ പറയുന്നത് എഫിഷ്യൻസി അപ്രോച്ച്. എന്താ എഫിഷ്യൻസി അപ്രോച്ച്? എന്താണ് അടുത്ത്? നോക്കിക്കോളൂ. വെൽ ഓർഗനൈസ്ഡ് മാനേജ്മെന്റ്, യെസ് ഇതിലുണ്ട്. മാനേജ്മെന്റ് സിസ്റ്റം, യൂസ് ടൈം. അപ്പം നമ്മൾ മാനേജ്മെന്റ് സിസ്റ്റം വെൽ മാനേജ്ഡ് ആയിരിക്കണം. യൂസ് ടൈം rationally and leave little scope for time wastage. The procedures employed in organizational functioning are simplified. Emails are sent and responded to promptly. And phones are used as instruments of time savers. ഫോണേ നമ്മുടെ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് അവിടെ പോകുന്നതിന് പകരം നമ്മൾ ടെലിഫോണിൽ പറഞ്ഞാൽ മതിയല്ലോ. ചിലപ്പോൾ നമ്മളെ ഇൻസ്റ്റഡ് ഓഫ് ഗോയിങ് ടു വൺ സിറ്റി വി ക്യാൻ ടോക്ക് ഓൺ ഫോൺ, യു ക്യാൻ സേവ് ടൈം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇമെയിൽ അയക്കാം. പണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പണ്ട് ലെറ്ററൊക്കെ അയച്ചാൽ 4, 5, 6, 7, 8 ദിവസം കൊണ്ടാണ് എത്തിയിരുന്ന ഒരു സ്ഥലത്ത്. അമേരിക്കയൊക്കെ ഒരു ലെറ്റർ അയക്കണമെന്ന് വെച്ചാൽ എന്താ എവിടെ എപ്പോഴത്തെ അൻഡമാൻ നിക്കോബാറിൽ ലെറ്റർ 8-7 ദിവസം പിടിക്കും. പോസ്റ്റ് ഓഫീസ് കമ്മിയാണ്. അപ്പോൾ ഒരു ദ്വീപിൽ നിന്ന് മറ്റേ ദ്വീപിലേക്ക് പോകണം. അപ്പോൾ ഇപ്പം ഇമെയിലാണ്, പെട്ടെന്ന് ഇപ്പം അങ്ങോട്ട് അയച്ചാൽ അവിടെ കിട്ടും അല്ലേ? കമ്മ്യൂണിക്കേഷൻ സോ ഫാസ്റ്റ് ആൻഡ് വി ക്യാൻ സേവ് ടൈം ബൈ സെൻഡിങ് ഇമെയിൽ അയച്ചാൽ അതിന് മറുപടി വരും പെട്ടെന്ന്. സമയം അതുമാതിരി ഫോണ് പെട്ടെന്ന് നമ്മൾ ഫോൺ ചെയ്യണം, അതിന് ഉത്തരം കിട്ടുന്നു. അപ്പോൾ നമ്മൾ ഇതെല്ലാം ടൈം സേവേഴ്സാണ്. ടെക്നോളജി അപ്പോൾ വളരെ ഈ പ്രൊഡക്ടിവിറ്റി കൂടുതലുണ്ട്. പലപ്പോൾ നമ്മൾ ഓട്ടോമേഷൻ പലതും പല മെഷീനറി, റോബോട്ട്, മറ്റേതൊക്കെ ചെയ്യുന്നല്ലേ. അപ്പോൾ ഇതൊക്കെ കുറേ ടൈം സേവ് ചെയ്യും. മനുഷ്യന് പകരം മെഷീൻ, അങ്ങനെ പലതും ഇപ്പോൾ ഈ കാറൊക്കെ അസംബ്ലിയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് എത്രയോ ആയിരക്കണക്കിലുള്ള കാറ് ആണ് ഒരു ദിവസം മാരുതി പ്ലാന്റ് എന്ന് വരുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക് ഇതാണ് സിസ്റ്റമാണ് ഇത് കംപ്ലീറ്റ്. അപ്പോൾ ഓട്ടോമേഷൻ വളരെയധികം ഉപയോഗിച്ച് ടെക്നോളജി വളരെയധികം നന്നായിട്ടുണ്ട്. വർക്ക് ഡെലിഗേറ്റ് ചെയ്യണം. അല്ലാണ്ട് എല്ലാം നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരോ നമ്മുടെ ബിലോ ഉള്ള ആളുകൾക്ക് വർക്ക് ഡെലിഗേറ്റ് ചെയ്ത ഓരോരുത്തരും ഓരോരോ പ്രവർത്തനം ചെയ്യും. ഓക്കെ, സോ എഫക്റ്റീവ് അപ്രോച്ച്, എക്സലൻസ് അപ്രോച്ച്. പിന്നെ ഇവിടെ നോക്കട്ടെ, വർക്ക് ഡെലിഗേറ്റ് ഇവിടെ ഒരു ഏർപ്പാടുണ്ട്. നോക്കൂ, വർക്ക് ഡെലിഗേഷൻ ഇതില്ലേ, ആളുകൾ കോമ്പറ്റന്റ് ആണെന്ന് വെച്ചാൽ അവർക്ക് ആ കോമ്പറ്റന്റ് ആളുകൾക്ക് വർക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പെടും കേട്ടോ. അല്ലെങ്കിൽ അയാൾ ജോലി ചെയ്യില്ല, അയാൾക്ക് അറിയില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ടെക്നോളജി പറഞ്ഞു കഴിഞ്ഞു, അത് ടൈം സേവ് ചെയ്യും വർക്ക്. പിന്നെ മോണിറ്റർ ചെയ്യണം സൂപ്പർവൈസർ. ഇവിടെ ഉണ്ടതിൽ മോണിറ്റർ ചെയ്യണം സൂപ്പർവൈസർ. നിങ്ങൾ പറഞ്ഞാൽ ഡെലിഗേറ്റ് ചെയ്താൽ പോരാ, അയാൾ ആ ജോലി ചെയ്യേണ്ടത് നോക്കണ്ടേ? നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞാൽ അത് പാലിക്കുന്നുണ്ടോ? ചിലപ്പോൾ കോടതി പറഞ്ഞാൽ പോലെ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ അത് ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കോടതി ഓർമ്മിക്കുക. ചിലപ്പോൾ കോടതി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ചെയ്തില്ല, മനസ്സിലായില്ലേ? അപ്പോൾ പണ്ടേ പറഞ്ഞ പല റിപ്പോർട്ടും കൊടുത്തും ചെയ്യില്ല. പിന്നെ ഒരു ഇൻസിഡന്റ് വരുമ്പോഴാണ് പിന്നെ ആലോചിക്കുക. കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ ആളുകൾക്ക് ഈ മെമ്മറി വളരെ ഷോർട്ടാണ്, മനസ്സിലായോ? ഓരോരോ ദുരന്തം ഓരോ സ്ഥലത്ത് ഉണ്ടാകുമ്പോഴാണ് ആലോചിക്കുക, അയ്യോ അന്ന് ആ കമ്മീഷൻ വെച്ചു, അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇന്ന് രാവിലെ കണ്ടില്ലേ നിങ്ങൾ
ഒരു പെൺകുട്ടി 22-23 ഇയേഴ്സ് ഓൾഡ് ഒരു ഡോക്ടർ മരിച്ച് കുത്തിക്കൊന്നു ട്രിവാൻഡ്രം കൊല്ലം. പാവം ഒരു നിരപരാധിയായ ആ കുട്ടി കോളേജ് മെഡിക്കൽ സർജൻസി ചെയ്യുന്ന സമയത്ത് ഒരു അപകടം, ഒരാൾ വന്നിട്ട് അവർക്ക് ഡ്രസ്സിങ് ചെയ്യുന്ന സമയത്ത്, കാലത്ത് ഡ്രസ്സിങ് ചെയ്യുന്ന സമയത്താണ് എനിവേ യുവർ ഡ്രഗ് അഡിക്റ്റഡ് ഫോർ വാട്ട് എവർ ഇത് വി ഡോണ്ട് നോ. ബിഹേവിയർ എങ്ങനെ മനുഷ്യൻ്റെ മാറുന്നതെന്ന് ആലോചിച്ച് പോകും. അയാൾ വീട്ടിൽ കലാപം ഉണ്ടാക്കി, അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വന്ന എല്ലാവരെയും അവിടെ ഇരിക്കണ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള കത്തിയും പിസീസറും മറ്റാലത്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് കുത്തി ഈ കുട്ടിയെ കഴുത്തിൽ കുത്തി, നെഞ്ചത്ത് കുത്തി, ബാക്ക് ബോൺ അവിടെ കുത്തി. അങ്ങനെ അത് കഴിഞ്ഞ് ഡോക്ടറെ അവിടെ ഹോസ്പിറ്റലിൽ എത്തണതിൻ്റെ മുമ്പേ കുട്ടി ക്ലോസ് ആയി. അനവധി ഇഞ്ചുറി എന്നുവെച്ചാൽ അയാൾക്ക് തലയ്ക്ക് വെളിവില്ല, കാരണം ഡ്രഗ് അഡിക്റ്റ് ആണ്. അപ്പം നോക്കിയോ ബിഹേവിയറിൻ്റെ മാറ്റം. നിരപരാധി ഒരാളുടെ ജീവിതം, 22-23 വയസ്സൊരു കുട്ടി എന്ന് വെച്ചാൽ ജോലിയിൽ പ്രവേശിച്ച ആ കുട്ടിക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടായിരിക്കും. അല്ലെങ്കിൽ MD ചെയ്യണം, എനിക്ക് അവിടെ പോകണം, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പോകണം, അല്ലെങ്കിൽ UK പോകണം, എൻ്റെ അച്ഛനെ നോക്കണം, അമ്മയെ നോക്കണം, അങ്ങനെ എത്രയോ സ്വപ്നങ്ങൾ. പിന്നെ വേറെ വളരെ വളരെ ഡേഞ്ചറസ് ആയി വേറെ ഒന്നൊരു കാര്യം കൂടിയുണ്ട്. ചിലപ്പോൾ ലോൺ എടുത്തിട്ടായിരിക്കും ഈ ഇതിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവുക. മെഡിക്കൽ കോളേജിൽ ലക്ഷക്കണക്കിൽ ലോണ് എടുത്തിട്ടൊക്കെ ആയിരിക്കും. പേര് ഞാൻ പറയുന്നില്ല. ചിലടത്ത് 1 crore 25 lakhs ഒക്കെയാണ് അഡ്മിഷൻ. ചിലടത്ത് പ്രൈവറ്റിൽ, ചിലടത്ത് 1 crore ഉണ്ട്, ചിലത് 50 lakhs ഉണ്ട്. അപ്പോൾ ഇത് കയ്യിലുണ്ടാവും. അപ്പോൾ ഡെയിലി വേജസ് വർക്കറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ് ചോടുന്ന ആളുകളുടെ കയ്യിൽ 50 lakhs അല്ലെങ്കിൽ 1 crore കൊടുക്കണ്ടാവുക. അപ്പോൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടായിരിക്കും ഇങ്ങനെ പഠിക്കുന്നുണ്ടാവുക. അപ്പം ഈ കുട്ടിയുടെ കാര്യമില്ല ഞാൻ പറഞ്ഞത്, അപ്പോൾ എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ച ഒരു കുട്ടി പാവം ജോയിൻ ചെയ്യണതിൻ്റെ അത് നമ്മുടെ കരിയർ ആരംഭിക്കുമ്പോൾ തന്നെ പൊലിഞ്ഞു പോയ ജീവിതം, മനസ്സിലായോ? അപ്പം അതെങ്ങനെ വരുന്നത്? ബിഹേവിയറൽ അപ്രോച്ച്. അതായത് ഇത് നമ്മളെ ഈ ഞാൻ ഇതിൻ്റെ അതിയായ ഒരു രസം എന്താണെന്ന് വെച്ചാൽ വേറൊരു കാര്യം. ഇന്നലെ എൻ്റെ വാട്സപ്പിലൊരു മെസ്സേജ് വന്നു. അതിലൊരു ചിത്രം, അതിലൊരു വോയിസ്. വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു നിമിഷം, ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് ആരെങ്കിലും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്ന് വെച്ചാൽ അത് മാറ്റാൻ പറ്റില്ല. അതിനുവേണ്ടി പിന്നെ നിങ്ങൾക്ക് അമ്മ ആരാണ്, അച്ഛനാരാണ്, പെങ്ങളാരാണ്, ആരും അറിയില്ല ഈ ലോകത്തിലല്ല. ഒറ്റ പ്രാവശ്യം നിങ്ങൾ ടേസ്റ്റ് ചെയ്താൽ മതി, ജീവിതം കുട്ടിച്ചോരാവും. അത്തരത്തിലുള്ള മാരകമായ ഡ്രഗ്സ് മറ്റിതൊക്കെയാണ്. അപ്പം നമ്മുടെ ബിഹേവിയറും വളരെയധികം വളരെ വളരെ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് പോയി. എസ്പെഷ്യലി when we are mingling with others, you should have company with proven, അതായത് ഗുഡ് പേഴ്സൺസ് ഓൺലി. അവരുടെ ബിഹേവിയറൊക്കെ നമ്മൾ വാച്ച് ചെയ്യണം. പെട്ടെന്ന് നമുക്ക് ചില സമയത്ത് നമുക്കറിയില്ല എന്താണ് സംഭവിക്കുന്നത്. ചില കണ്ടുന്നില്ല എന്തോ ഒരു തമാശയ്ക്ക് അറിയാതെ ഒരു തമാശയിലാണ് പക്ഷേ ജീവൻ കൊടുക്കേണ്ടി വന്നു. എന്നിട്ട് പറയാ അയാൾ ഓർക്കാതെ ചെയ്തു പോയതാണ്, പക്ഷെ മരണം സംഭവിച്ചു മറ്റേ ആൾക്ക്. ഇങ്ങനെയൊക്കെ പറ്റും. അപ്പം നമ്മളെല്ലാം ബിഹേവിയറെ ഒന്ന് സെൽഫ് ഡിസിപ്ലിൻ ആവുക, എന്നാൽ തന്നെ ഇതൊന്നും മെച്ചം കിട്ടും. ആരും പറയാൻ അനുവദിക്കേണ്ട, സ്വയം അങ്ങോട്ട് നന്നായി പറയാം. അപ്പോൾ അത് പിന്നെ ഇപ്പം ടെക്നോളജി അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ടെക്നിക്സ്, ടൈം മാനേജ്മെന്റ്, ടു ഡു ലിസ്റ്റ് നോക്കൂ. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെ റെസ്പോൺസിബിൾ ഉത്തരവാദിത്തമുള്ള എക്സിക്യൂട്ടീവ്സ് ആയിരിക്കണം. പലരും എക്സിക്യൂട്ടീവ്സ് പ്രൈവറ്റ് ഉത്തരവാദിത്തമില്ലെങ്കിൽ ആൾ തട്ടും, മനസ്സിലായോ? ഗവൺമെന്റിലത്തെ കാര്യമാണ് പറയുന്നത്. പരിതാപകരമായ സ്ഥിതിയാണ്, മനസ്സിലായില്ലേ? ഗവൺമെന്റിലെ വെറുതെ വരണം, ശമ്പളം വാങ്ങുന്നു പോകുന്നു അല്ലാതെ ഉത്തരവാദിത്വം കാരണം അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ മുകളിലുള്ളവർ അതേമാതിരി, താഴെയുള്ളവർ അതേമാതിരി, മനസ്സിലായില്ലേ? അപ്പോൾ ഉത്തരവാദിത്വം ഉണ്ടായിട്ടും കാര്യമില്ല. ചില സമയത്ത് ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഇപ്പം നമ്മൾ ഒരാളെ പെട്ടെന്ന് കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം എന്താ അറിയോ, ഇപ്പോൾ ഇവിടെ തന്നെ ഈ കുട്ടി മരിച്ചിട്ട് പോലീസുകാരെ കുറ്റം പറഞ്ഞു. പോലീസ് 3 പേർക്ക് ഇഞ്ചേർഡാണ് ആൾറെഡി, അവരും ഹോസ്പിറ്റലാണ്. നമ്മളങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ എത്ര പോലീസ് ഉണ്ടാവും? അത് സ്ട്രെങ്ത് കമ്മിയാണ് ഓരോ പോലീസ് സ്റ്റേഷനിൽ. നമ്മൾ കുറ്റം പറയാൻ എളുപ്പമാണല്ലോ. ഉത്തരവാദിത്തം, റെസ്പോൺസിബിൾ എക്സിക്യൂട്ടീവ്സ് ഇൻ ഗവൺമെന്റ് വളരെ കമ്മിയാണ് കേട്ടോ.
അതാ വരുന്നുണ്ട് ഇതിൽ വളരെ കമ്മി. നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഇല്ലാന്ന് തന്നെ പറയാം ചില കാര്യങ്ങളിൽ. ഞാൻ പറയട്ടെ, ഈ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ആരാ ലൈസൻസ് കൊടുക്കുന്നത് ഈ ബോട്ടിനൊക്കെ? അപ്പൊ എന്ത് കണ്ടിട്ടാണ് ലൈസൻസ് കൊടുക്കുന്നത്? കാരണം ഒരു ഫിഷ് പിടിക്കാൻ പോകുന്ന ഒരു ബോട്ട്, കൊച്ചു ബോട്ടില് അതിനെ മിനുക്കി പണിതിട്ട് ഒരു വലിയ ഇതായിട്ട് കൂടാരത്ത് ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് ഫ്ലോറും എല്ലാം ഉണ്ടാക്കിയിട്ട് അപ്പർ ഡക്കൊക്കെ എല്ലാം ഉണ്ടാക്കിയിട്ട് അതിനെ ഒരു ബോട്ടാക്കി 50 ആളായി ട്രാവൽ ചെയ്യും. ഒരാൾ മീൻ പിടിക്കാൻ പോകുന്ന ഇതാണ് കൊണ്ടിട്ട് 50 ആളെ 55 ആളെ കയറ്റിയെന്ന്. ഇതിന് ആര് ലൈസൻസ് കൊടുത്തു? എങ്ങനെ കൊടുത്തു? ബ്രൈബ് എത്ര കൊടുത്തു നോക്കൂ. അപ്പൊ ഉത്തരവാദിത്തമില്ലായ്മയല്ലേ ഇതൊക്കെ എക്സിക്യൂട്ടീവ്സിന്റെ? എത്ര ഉദാഹരണം മനസ്സിലായില്ലേ? ഒന്നല്ല 100 പറഞ്ഞ് മടുത്ത് മനുഷ്യൻ നന്നാവില്ല എന്നുള്ള നിലയിലേക്കാണ് അല്ലേ? ഇപ്പൊ ഇന്നലെ കർണാടക മിഞ്ഞാനത്ത് ഇലക്ഷൻ കഴിഞ്ഞ് നോക്കുമ്പോൾ 350 കോടിയാണ് ആ ഇലക്ഷനിൽ മാത്രം പനിഷ്മെന്റ് ഇത് വാങ്ങിയിരുന്നത്. 350 കോടിയോ 300 കോടിയോ 350 കോടിയോ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ആരാ ഇലക്ഷൻ ജയിക്കുന്നത് അവർ പർച്ചേസിങ് കോടി 50 കോടിക്കാണ് ഓഫർ ചെയ്യുന്ന ഒരു MLAക്ക്. ഇങ്ങനെയാണ്. അപ്പൊ എന്താ പറയുന്നത്? എന്നിട്ട് ഉത്തരവാദിത്തം ഉണ്ടോ അവർക്ക്? അതും ഇല്ലേ. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അപ്പൊ എക്സിക്യൂട്ടീവ്സ് അതേമാതിരി പ്രൈവറ്റിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തം എടുത്ത് വലിച്ചെറിയും കേട്ടോ. അത് ഞാൻ പറഞ്ഞേക്കെ. പ്രൈവറ്റിൽ നിങ്ങൾ എക്സിക്യൂട്ടീവ്സ് ആരായിക്കോട്ടെ അവിടെ ഇല്ല, നിങ്ങൾ അഡും 1 മിനിറ്റിന് ഔട്ടാവും. അപ്പൊ ടു ഡു ലിസ്റ്റ്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? അതിനോട് ലിസ്റ്റിലൊക്കെ ഒരു ദിവസം അതൊക്കെയാണ്. പിന്നെ അർജന്റ് ടാസ്ക് ടു ബി പെർഫോം. അർജന്റായിട്ട് എന്താ ചെയ്യണം അത് വരുന്നുണ്ട് പിന്നീട്. അതായത് പിന്നെ ഇമെയിൽ അത് നോക്കൂ. വേറൊരു കാര്യം, ഇവിടെ ഈ മീറ്റിങ്ങിനെ പറ്റി എനിക്ക് കുറച്ച് പറയാം. കുറേ മീറ്റിങ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ വരുമ്പോൾ കാണാം ഞാൻ ഓരോരുത്തരും വീഡിയോ കോൾ വീഡിയോയിൽ മീറ്റിംഗ്, ആ മീറ്റിംഗ്, ഈ മീറ്റിംഗ്, ഗൂഗിൾ മീറ്റ്, മറ്റേ പിന്നെ എപ്പോഴാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്? ഓഫീസിലെ 10 മണിക്കൊരു മീറ്റിംഗ്, 10:30 വേറൊരു മീറ്റിംഗ് ഞാൻ അനുഭവിച്ചതാണ്. 10 മണിക്ക് HR മീറ്റിംഗ്, 10:30 പർച്ചേസ് മീറ്റിംഗ്, 11 മണിക്ക് വേറെ പ്ലേസ്മെന്റ് മീറ്റിംഗ്, 12 മണിക്ക് ട്രെയിനിങ്, അങ്ങനെ പോകുന്ന യൂണിയനായിട്ട് 2 മണിക്ക് ഇതിൽ. അപ്പൊ നമ്മുടെ ജീവിതം മുഴുവൻ മീറ്റിങ്ങിൽ പോവാണ്. അതായത് ഒരു ദിവസം ഗവൺമെന്റിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് 15 ചായ 16 ചായ വൈകുന്നേരം ആകുമ്പോഴേ കുടിക്കും. ഓരോ മീറ്റിങ്ങിലും ചായ കൊടുക്കും. അപ്പൊ ഞാനും കുടിക്കും. ഏവറേജ് സുമാർ ഒരു 15-16 ചായ. ഏതായാലും വീട്ടിൽ വരുമ്പോഴേക്കും വേറെ ഫുള്ളാവും. മനസ്സിലായില്ലേ? ആ സ്ഥാനത്ത് ഇപ്പോൾ ഒരു ചായ ഞാൻ കുടിക്കുന്നു. എന്നുവെച്ചാൽ വേറൊന്നുമല്ല, അത് ഹാബിറ്റായിട്ട് ഓരോ മീറ്റിങ്ങിൽ നമ്മൾ കുടിച്ചേ പറ്റൂ. അങ്ങനെയുണ്ട്. കാരണം എല്ലാവർക്കും കൊടുക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വയ്ക്കും. അപ്പൊ കുടിച്ചിട്ടില്ലെങ്കിൽ അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ മീറ്റിംഗ്സ് പർപ്പസ്ഫുൾ ആയിരിക്കണം. അൺനെസറി ടൈം വേസ്റ്റിംഗ് ആവരുത്. ആർക്കാനും വേണ്ടി ഓക്കാനിക്കാൻ ഞങ്ങൾ മീറ്റിംഗ് കൂടി മീറ്റിംഗ് അപ്രൂവ് ചെയ്ത് നമ്മുടെ സ്റ്റേറ്റ് ക്യാബിനറ്റും അല്ലെങ്കിൽ യൂണിയൻ ക്യാബിനറ്റും എന്ത് പറഞ്ഞു അപ്രൂവ് ചെയ്തു. ഒരാൾ വായ തുറക്കില്ല. ഇതാണ് മീറ്റിംഗ്. ഇതിന്റെ പർപ്പസ് എന്താ? ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, മീറ്റിംഗ് ഷുഡ് ബി ഗിവ് ആൻഡ് ടേക്ക്, ഗീവ് സജഷൻസ് ആൻഡ് ഡിസ്കസ്, ഡിബേറ്റ്. അതല്ലാതെ അവരെന്താ നമ്മളിപ്പോ അവരെ റെസ്പെക്ട് ചെയ്യണമെന്നല്ലോ പറയുന്നത്. അവര് പറയുന്നത് നമ്മൾ കേൾക്കണം. വോയിസ് ഈസ് ആൾവേസ് റൈറ്റ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അവിടെ പെട്ടിരിക്കുന്നത്? കാരണം ഓരോരുത്തരിൽ നിന്ന് പ്രതീക്ഷയുണ്ട്. ചിലപ്പോ ബോസ് പറഞ്ഞ നമ്മളോട് വല്ല വിരോധം തോന്നും എന്നൊക്കെ തോന്നും. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായില്ല. ഞാൻ പറയണത് അപ്പൊ തന്നെ പറയും. പറ്റില്ല, നോ. എന്തുകൊണ്ട് നോ? അതും കൂടി പറയും. അവസാനം ചിലപ്പോൾ അവർ എന്നോട് പറയുന്നത് ഇന്ന കാരണങ്ങൾ ചെയ്തേ പറ്റൂ. പിന്നീട് ഞാൻ അഗ്രി. പക്ഷെ ഐ വിൽ എക്സ്പ്രസ് മൈ ഡിസപ്പോയിൻമെന്റ് സംടൈം വൈൽ ടേക്കിംഗ് ഡിസിഷൻ. ഒരു മുഖം നോക്കില്ല, ഞാൻ തുറന്നടിക്കും. കാരണം എന്താ അറിയോ? അല്ലെങ്കിൽ നമ്മളെ മാതിരിയുള്ള പ്രൊഫഷണൽസിന്റെ ആവശ്യം എന്താണ്? ഒരു മിനിറ്റ്, അവിടെ ഇരിക്കുന്ന ആളുകളുടെ പിന്നെ എന്താ ആവശ്യം? യെസ് പറയാനാണോ? എന്നാ പിന്നെ നിങ്ങളുടെ ആവശ്യമില്ലല്ലോ. ടേബിൾ കാർഡ് ഓൺ ചെയ്താൽ മതി. അതിലായാലും നിങ്ങളുടെ റോള് ഒക്കെ ഓക്കെ എന്ന് പറഞ്ഞാൽ പോരെ. ഈ എന്തിനാണ് സ്പെഷ്യലൈസേഷൻ? ചിലർ മാർക്കറ്റിങ്ങിന്റെ സ്പെഷ്യലൈസേഷൻ, ചിലർ പർച്ചേസിന്റെ സ്പെഷ്യലൈസേഷൻ, കോർപ്പറേറ്റ് പ്ലാനിങ്ങിന്റെ സ്പെഷ്യലൈസേഷൻ, HR-ന്റെ സ്പെഷ്യലൈസേഷൻ, കമ്പനി സെക്രട്ടറി. ഇവരൊക്കെ എന്തിനാ അപ്പോയിന്റ് ചെയ്തേ? ഓരോ കാര്യങ്ങൾ കമ്പനിയെ അഫക്ട് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ. അല്ലാണ്ട് ചെയർമാനെ പ്ലീസ് ചെയ്യാൻ വേണ്ടി ചെയർമാൻ ഇന്ന് വരും, അത് കഴിഞ്ഞാൽ പോവും. കമ്പനി എന്നും നിലനിൽക്കണം. കമ്പനി ഉണ്ടെങ്കിൽ നിങ്ങളുണ്ട്. കമ്പനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, അല്ലാണ്ട് ഇൻഡിവിജ്വൽ അല്ല.
ഇൻഡിവിജ്വൽസ് വേണം കമ്പനിയിലെ. ഇൻഡിവിജ്വൽസ് വളരെ പ്രധാനമാണ്, ഹ്യൂമൻ റിസോഴ്സ്. ബട്ട് company organization is supreme than individual. If organization is not there, what are you going to do? Yes, phone calls to be made. പിന്നെ ഒരു കാര്യം, രാവിലെ നമുക്ക് വൈകുന്നേരം വരെ ടെലിഫോൺ ചെയ്യുന്ന ആളുകളില്ലേ, എത്ര ടൈമാണ് വേസ്റ്റ് ചെയ്യണത്? ഒരു ടെലിഫോൺ വന്നാൽ അതിനെ കടിച്ച് പറിച്ച് കംപ്ലീറ്റ് 5 മിനിറ്റ് സംസാരിക്കുന്നത്, ചിലപ്പോൾ 5 മണിക്കൂർ സംസാരിക്കുന്നവർ, ചിലപ്പോൾ 2 മണിക്കൂർ സംസാരിക്കുന്നത്. എന്തിനാത്? ടേക്ക് ദ മെസ്സേജ്, പാസ് ഓൺ ദ മെസ്സേജ്, ക്ലിയർ, ദാറ്റ്സ് ഓൾ. ടൈം വേസ്റ്റ് ചെയ്യുക. അങ്ങനെ പറഞ്ഞാൽ അപ്പം അവിടെ എന്താ പച്ചക്കറി ആണോ, സാമ്പാർ വെച്ചോ, പപ്പടം കാച്ചോ, ഇന്നലെ എന്താ ഉണ്ടായിരുന്നു, വേറെ എന്താ ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു, കുട്ടികൾ എന്താ ചെയ്യണം? ഇത് ടൈം വേസ്റ്റ് ചെയ്യാനല്ല ഓഫീസിൽ പോയിട്ട്. നിനക്കിട്ട് പലതും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ വിസിറ്റ്സ് ഔട്ട് സൈഡ്, പുറത്തു പോകുന്ന വിസിറ്റ്, അത് ചില സമയത്ത് ആവശ്യമില്ലാതെയും പോവും, ആവശ്യം ഉണ്ടായിട്ടും പോവും. പിന്നെ ഡൊമസ്റ്റിക് വർക്ക്, പിന്നെ ഇതാണ് പ്രധാനം. ചിലപ്പോൾ വീട്ടിലത്തെ കാര്യത്തിന് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ഓഫീസ് വർക്ക്. വീട്ടിലെ കുട്ടികളെയൊക്കെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് മെല്ലെ സമയം കിട്ടുമ്പോൾ അങ്ങോട്ട് ഓഫീസിൽ പോയാൽ മതി. അവിടെ പെട്ടെന്ന് അറ്റൻഡൻസ് മാർക്ക് ചെയ്താൽ മതി. ഡൊമസ്റ്റിക് വർക്ക് കൂടുതൽ, അല്ലെങ്കിൽ പോണ സമയത്ത് പച്ചക്കറി വാങ്ങുക, അല്ലെങ്കിൽ അരി വാങ്ങുക, വേറെ എന്തെങ്കിലും വാങ്ങുക, ഇതൊക്കെ വേണ്ടെന്നല്ലോ പറയുന്നത്. പക്ഷെ ഓഫീസ് ടൈമിലല്ലല്ലോ ഇത്. യു ടു പ്ലാൻ യുവർ പ്രിയോറിറ്റീസ്, യു ടു ടേക്ക് കെയർ ഓഫ് ഓഫീസ്, യു ടു ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി. വർക്ക് ലൈഫ് ബാലൻസ് വേണം. ഓക്കെ, പിന്നെ എഫക്റ്റീവ്നെസ് പറഞ്ഞു. പിന്നെ സ്മാർട്ട്, ഇവിടെ ഒന്നും കൂടി ചെയ്യാൻ പറ്റും. അതിന് മുമ്പേ ഔട്ട്സോഴ്സ്, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഔട്ട്സോഴ്സിങ് മറ്റുള്ള കോൺട്രാക്ടറെ കൊണ്ട് ചെയ്യേണ്ടി വരും. ഒഫീഷ്യൽ മീറ്റിംഗ് പറഞ്ഞു. പിന്നെ എംപ്ലോയീസിനെ ട്രെയിനിങ് ചെയ്യണം. MIS, മാനേജിങ് ഇൻഫർമേഷൻ സിസ്റ്റം, ഇതൊക്കെ നമ്മുടെ പങ്ക്ച്വാലിറ്റി വേണം. വർക്ക് പ്രോപ്പറായിട്ട് റിതം അത് വേണം. ടൈം ഓഡിറ്റ് ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന സമയം കൊണ്ട് ഓരോ ജോലി ചെയ്യേണ്ട സമയത്തിന് നിങ്ങൾ ചെയ്യുന്നുണ്ടോ നോക്കണം. എക്കണോമിക് എക്സ്പെൻഡിച്ചർ നിങ്ങൾ പ്രോപ്പറാണോ ചെയ്ത് സ്പെൻഡ് ചെയ്യണത്. യൂസ്ഫുൾ ടെക്നിക്ക് അഡോപ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ സ്മാർട്ട്, S ഫോർ സ്പെസിഫിക്കേഷൻ, M ഫോർ മെഷറബിൾ, A ഫോർ അച്ചീവബിൾ, R ഫോർ റിയലിസ്റ്റിക്, T ഫോർ ടൈം ബൗണ്ട്, ദാറ്റ് ഈസ് ഗോൾസ്. ഓക്കെ, പിന്നെ ചിലപ്പോൾ വേറൊരു കാര്യം, ആദ്യം ചെയ്യേണ്ട കാര്യം ആദ്യം, പിന്നീട് ചെയ്യേണ്ട കാര്യം പിന്നീട്. ഓക്കെ, അപ്പൊ ടൈം ബൗണ്ട് ഗോൾസ് ആണ് വേണ്ടത് നമുക്ക്. ഓക്കെ, കമ്പനികളിലൊക്കെ കാണാമല്ലോ, ഈ കൊല്ലം നമ്മൾ ഇത്ര അച്ചീവ്, മറ്റേ കൊല്ലം ഇത്ര അച്ചീവ്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ 80-20 പ്രിൻസിപ്പിൾ പറഞ്ഞാൽ എന്താ പറയുക, 20% ജോലി സമയം എടുത്തിട്ട്, 20% സമയം എടുത്തിട്ട് 80% റിസൾട്ട്. അതായത് നമ്മളെ സമയം 20% എടുക്കുന്നുള്ളൂ, പക്ഷെ 80% ആണ് നമ്മൾ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് 80% ഓഫ് ദ ഒഫീഷ്യൽ ടൈം is generally spent on activity that have 20% വാല്യൂ. ബാക്കി വേസ്റ്റ് ആണെന്ന് അർത്ഥം. 80%-ല് 20%, 60% വേസ്റ്റ്. അപ്പൊ 20% നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയിൽ ചിലപ്പോൾ. സച്ച് ആക്ടിവിറ്റീസ് ആർ റൂട്ടീൻ ആക്ടിവിറ്റീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിലൊക്കെ അറിയാലോ. With only 20% of time when crucial or most significant tasks undertaken with focus, we attain 80% of result. അപ്പൊ നമ്മൾ 20%, 80% റിസൾട്ട് കാണിക്കും. പ്രോഫിറ്റോ ബെനിഫിറ്റോ അതൊക്കെ ആണ് കാണിക്കാൻ നമ്മൾ മിടുക്കന്മാരാണോ? ഫിഗർ മാനിപ്പുലേഷൻ നമ്മൾ വളരെ മിടുക്കന്മാരാണ് അല്ലേ? ഫിഗർ മാനിപ്പുലേഷൻ, ബാലൻസ് ഷീറ്റ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ. അതായത് എന്താ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ നഷ്ടത്തിലാണെന്ന് വെച്ചാൽ അയാളെ തട്ടും, ആരെ ചെയർമാൻ മാനേജിൻ്റെ തട്ടും. അപ്പം നമ്മളെ ഏതെങ്കിലും വിധത്തിൽ പ്രോഫിറ്റിലാക്കും. അതെങ്ങനെ? മാനിപ്പുലേഷൻ ഓഫ് ഫിഗേഴ്സ് സം ടൈം അല്ലേ? അറിയില്ലേ പണ്ട് സത്യം കമ്പ്യൂട്ടേഴ്സ് എന്താ നടന്നത്? അതുവരെ എല്ലാവരും ഉറങ്ങിയിരിക്കേണ്ടായിരുന്നു. അതെ, അവർ പ്രോഫിറ്റ് ഉണ്ടാക്കണം, അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഐ വാസ് ഇൻ ഹൈദരാബാദ് അറ്റ് ദാറ്റ് ടൈം. അവിടെ രണ്ടാളുകളാണ് ഏറ്റവും പ്രാധാന്യം. ഒന്ന് ചന്ദ്രബാബു നായിഡു. അറ്റ് ദാറ്റ് ടൈം ഹി വാസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ആന്ധ്രാപ്രദേശ്, അൺഡിവൈഡഡ് ആന്ധ്രാപ്രദേശ്. ആൻഡ് നെക്സ്റ്റ് ദി സത്യം കമ്പ്യൂട്ടർ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ രാജു. ഓക്കെ, ഈ രണ്ടാൾക്കാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് എത്ര പ്രാവശ്യം. ചില മീറ്റിങ്ങിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പല ഒഫീഷ്യൽ മീറ്റിങ്ങിൽ. അപ്പോൾ അവിടെ എന്താ നടന്നത് വെച്ചാൽ, സത്യം കമ്പ്യൂട്ടർ അന്ന് 2ാം സ്ഥാനമാണ് ഇന്ത്യയിൽ ആഫ്റ്റർ ഇൻഫോസിസ്. TCS വന്നിട്ടില്ല. TCS ഒക്കെ 4ഓ 5ഓ സ്ഥാനത്തിലുണ്ടായിരുന്നു. സത്യം കമ്പ്യൂട്ടേഴ്സ് 2ാം സ്ഥാനത്തിലാണ്. അപ്പം എന്താ പറ്റുന്നത്? നല്ല പ്രോഫിറ്റിൽ ഇങ്ങനെ ഓടുന്നതായിരുന്നു. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചതെന്നൊക്കെ നിങ്ങൾക്കറിയില്ല. കൂടുതൽ പറയണ്ടല്ലോ, ഞാൻ പറയണ്ടല്ലോ. എന്താ സംഭവിച്ചത്? അവരുടെ പ്രോഫിറ്റ് പിന്നെ റോങ് ഫിഗർ ആയിട്ട് കാണിച്ചു. ഇപ്പം 4000 കോടി രൂപ പ്രോഫിറ്റ്, 10,000 കോടി എന്തോ 8,000 കോടി എന്തോ കാണിച്ചു. അപ്പം ആളുകൾ എന്താ വിചാരിച്ചാൽ, അയ്യോ ഇത് പ്രോഫിറ്റ് മേക്കിങ്, അപ്പം നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യാം.
അല്ലേ? ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തു. യഥാർത്ഥത്തിൽ അവിടെ സെയിൽ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സിനെ അട്രാക്ട് ചെയ്തിട്ട് ഓർഗനൈസേഷൻ ഇൻവെസ്റ്റ്മെന്റ് മേടിച്ചു. അങ്ങനെ ഇരിക്കണം ഒരു സമയത്ത്, അതായത് ബാലൻസ് ഷീറ്റിൽ മാനിപ്പുലേറ്റ് ചെയ്തു. ഇത്ര പ്രോഫിറ്റ് ഇല്ല അത്ര. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ, ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളാണ്, ഇന്ന് നടക്കുന്നതല്ല, ഒരു സ്ത്രീ, അവർക്ക് എന്തോ കുറച്ച് അവരുടെ കുറെ ഷെയർ ഉണ്ട് സത്യം കമ്പ്യൂട്ടേഴ്സിൽ. അപ്പൊ അങ്ങനെ അവർക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ടായിരുന്നു, എന്തോ ഒരു കാര്യത്തിന് അവരുടെ വീട്ടിൽ. അവർ വിചാരിച്ചു കുറച്ച് ഷെയർ ഉണ്ട് സറണ്ടർ ചെയ്യാം, എന്നിട്ട് പൈസ മേടിച്ച് ബാക്കി ഷെയർ അവിടെ കിടക്കട്ടെ. സത്യം കമ്പ്യൂട്ടേഴ്സ് എന്ന് ചോദിച്ചാൽ 30 അപ്ലൈ ചെയ്തു. വേഗം കമ്പനി സെക്രട്ടറി അപ്ലൈ ചെയ്തതിൻ്റെ ചെക്ക്, ഓക്കെ മാഡം, വി ആർ വെരി ഗ്ലാഡ് ദാറ്റ് വി ഹാവ് ആക്സെപ്റ്റഡ് യുവർ സറണ്ടറിങ് ദ ഷെയർസ് ഇത്ര എന്നും പറഞ്ഞിട്ട് ലെറ്റർ കൊടുത്തു. ഒരു ഡിമാൻഡ് ഒരു ചെക്ക് കൊടുത്തു ഈ സ്ത്രീക്ക്. ചെക്ക് ഈ സ്ത്രീ പ്രസന്റ് ചെയ്തു. ബാങ്ക് ഡിസോണർ ചെയ്തു, ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ട് സത്യം കമ്പ്യൂട്ടേഴ്സിന്റെ അക്കൗണ്ടിൽ. മനസ്സിലായി? ഇത് കഴിഞ്ഞ് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പേ നടന്ന കാര്യം, ഇപ്പോഴത്തല്ല കേട്ടോ. ഇപ്പൊ ടെക് മഹേന്ദ്ര എന്നോ അതാണ് കമ്പനിയുടെ പേര്, സത്യം കമ്പ്യൂട്ടേഴ്സ് അല്ല. പക്ഷെ ഇന്ത്യയിലെ 2ാം സ്ഥാനം ഉണ്ടായിരുന്ന അത് എവിടെ എത്തി നോക്ക്. അത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീ അപ്പൊ ചെക്ക് തിരിച്ചു വന്നപ്പോൾ 2ാമത് അവർ അപ്രോച്ച് ചെയ്തു. ഇതെന്താ നിങ്ങൾ തന്ന ചെക്ക് തിരിച്ചു വന്നല്ലോ, പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട്, ഇൻസഫിഷ്യൻറ്റ് ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവർ അയ്യോ മേഡം അതൊരു ക്ലറിക്കൽ എറർ വന്നു, 2ാമത് പ്രസന്റ് ചെയ്യൂ. 2ാമതും പ്രസന്റ് ചെയ്ത് 3ാമത് തിരിച്ചു വന്നിട്ടുണ്ട്, പോരാ. അപ്പോഴും പൈസയിൽ അവർ തിരിച്ചു വന്നു. പിന്നെ ഈ സ്ത്രീക്ക് ഒരു സംശയമായി. അങ്ങനെ സിബിയിൽ അപ്രോച്ച് ചെയ്തു. അങ്ങനെ ഇൻവെസ്റ്റിഗേഷനായി. ഏതായാലും 10-14 കൊല്ലമായിട്ട് ഇപ്പൊ ജയിലിനെ കിടക്കണം. ചെയർമാൻ മാനേജർ, ഓർക്കണേ, ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ, കമ്പനി സെക്രട്ടറി, ചീഫ് അക്കൗണ്ട്സ് ഓഫീസർ, ഓഡിറ്റർ, എല്ലാ പാർട്ട്നേഴ്സ്, ഇവരൊക്കെ കൺസേൺഡ് ആളുകളൊക്കെ ജയിൽ എണ്ണിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ജയിലിലാണ്. കാരണം പബ്ലിക്കിനെ ചീറ്റ് ചെയ്തു. ബാക്കി പറയണ്ടല്ലോ, ബാക്കി. അപ്പൊ ഇതെങ്ങനെയൊക്കെയാണ് ചിലവരുടെ വർക്കിങ്. അപ്പോൾ നമ്മൾ ഓർഗനൈസേഷൻ ഇത്തരത്തിലൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ അതർ മെയിൻ ലെസൺ ഫ്രം 80-20 ഇത് തന്നെയാണ് സെയിം. 20%. അതിപ്പോ എല്ലാ ഓഫീസിൽ പോയി നോക്കൂ, എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട്? 10 ആള് ജോലി ചെയ്യുന്നുണ്ട്, 20, ബാക്കി 90 ആള് വെറുതെ ഇരിക്കുന്നുണ്ട് ചില സമയത്ത്, അല്ലേ? പ്രൈവറ്റിൽ പറ്റില്ല. പ്രൈവറ്റിൽ നിങ്ങളെടുത്ത് വലിച്ചെറിയും, അപ്പൊ തട്ടും. പ്രൈവറ്റിൽ അങ്ങനെ റെസ്റ്റ് തരുന്നില്ല എന്നല്ല പറയുന്നത്, വെറുതെ ശമ്പളം കൊടുക്കുക പ്രൈവറ്റ് കമ്പനി. ആർക്ക് ഒരു ഭ്രാന്തുണ്ടോ? പക്ഷെ ഗവൺമെന്റിന് വലിയ ഓബ്ലിഗേഷൻ ഉണ്ട്, പിരിച്ചുവിടാനും പറ്റില്ല. എംപ്ലോയ്മെന്റ് കൊടുക്കണം, എംപ്ലോയീസിന് സോഷ്യൽ ഓബ്ലിഗേഷൻ ഉണ്ട്. പ്രൈവറ്റിന് ഒരു സോഷ്യൽ ഓബ്ലിഗേഷൻ ഇല്ല, കൊടുത്തു ഇല്ലെങ്കിൽ ഇല്ല, ദാറ്റ്സ് ഓൾ. മനസ്സിലായില്ലേ? സോഷ്യൽ ഓബ്ലിഗേഷൻ ഇല്ല എന്നല്ല ഞാൻ പറയട്ടെ, പലർക്കും ഓബ്ലിഗേഷൻ, അതല്ല പറഞ്ഞത്. പക്ഷെ ജോലി ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മനസ്സിലായില്ലേ? അസൈൻ ടാസ്ക് ടു പീപ്പിൾ ദാറ്റ് ദേ വുഡ്. പിന്നെ ഓരോരുത്തർ ജോലി കൊടുക്കുന്ന സമയത്ത് അവർക്ക് പെർഫോം ചെയ്യുന്നത് കൊടുക്കുക. അതേമാതിരി സ്ട്രോങ് പോയിന്റ്സ് ഓർ അറ്റംപ്റ്റ് ഡിഫിക്കൽട്ട്. പിന്നെ ആ ഡിഫിക്കൽട്ടായിട്ടുള്ള ജോബ് ഉണ്ടല്ലോ, അതൊക്കെ ടാസ്ക് അതനുസരിച്ച് ചെയ്യുക. സെലക്ടിങ് ദ ഗോൾസ്. നമ്മുടെ ഏറ്റവും പരമപ്രധാനം അണ്ടർലൈൻ ചെയ്യും, സെൽഫ് ഡിസിപ്ലിൻ. നിങ്ങൾക്ക് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. ആദ്യം നോക്കുക നിങ്ങളുടെ സെൽഫ് ഡിസിപ്ലിൻ. ഞാൻ നന്നാവണമെന്ന ആഗ്രഹം മനുഷ്യന് ആദ്യം ഉണ്ടാവണം. സത്യസന്ധതയോടുകൂടി തന്നെ പെരുമാറൂ എന്ന് പറഞ്ഞ് 2ാമത്. മൂന്നാമത് ഞാൻ, അതായത് ഹെൽപ്പിംഗ് അതേഴ്സ് ആൻഡ് ഇന്റർപേഴ്സണൽ റിലേഷൻസ്. അതുമാതിരി നമ്മളെ ചങ്ങാത്തം കൂടുന്നത് നല്ല ആളുകളോട് കൂടിയിട്ട്, അങ്ങനെ ഒരു വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് വെൽ ബിഹേവ്ഡ് ആയിട്ട് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ, അതേമാതിരി നിങ്ങളുടെ കരിയർ അതനുസരിച്ച് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആരും ടച്ച് ചെയ്യില്ല, നിങ്ങൾ എത്തേണ്ടോടത്ത് എത്തും. പക്ഷെ ആദ്യം ഇത് വേണ്ടത് മനസ്സിലാണ്, അതിനെ അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയണം, സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ചെറിയൊരു ഇൻസിഡന്റ് ആണ് എൻ്റെ കരിയർ മാറ്റിമറിച്ചത്. ചെറിയ ഒറ്റ വാചകം. ഞാൻ നിങ്ങളോട് ഇന്നലെ മിഞ്ഞാന്നിട്ട് പറയുന്നുണ്ട്, ജീവിതത്തിൽ പലതും സംഭവിക്കും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളായിട്ട് പരിണമിക്കും. ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത്. ഞാൻ പറയണു, ഒരു മിനിറ്റ്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്, നോർത്ത് ഇന്ത്യയിൽ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, എൻ്റെ ക്യാബിനിൽ ഒരു പഞ്ചാബി ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു, ഇരുന്ന് ജോലി ചെയ്യുന്ന സമയത്ത്. അപ്പം ഞാൻ ഗവൺമെൻറ് ജോബാണ്, കുഴപ്പമില്ല, ഞാനും വിചാരിച്ചിരുന്നു. പിന്നെ ഓർക്കണേ,
അന്ന് ഞാൻ ഇവിടുന്ന് ഇന്റർമീഡിയറ്റ്, ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്റർമീഡിയറ്റ് എന്തോ പഠിച്ചിട്ടാണ് ഞാൻ പോയിരുന്നു. അന്ന് ഈ കുറേ വർഷങ്ങൾ മുമ്പത്തെ കഥയും ഞാൻ പറയുന്നത് കേട്ടോ. 77, 78 വർത്താനാണ് ഞാൻ എന്ത് പറയുന്നത്. 78, 80 മുമ്പേ ഉള്ള വർത്താനം ഞാൻ പറയുന്നത്. അപ്പൊ എന്ത് പറ്റി? ഞാൻ അന്ന് ഗ്രാജുവേറ്റ് ആയിരുന്നില്ല, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരുന്നില്ല, അന്ന് ആയില്ല. അപ്പൊ എന്താ ചോദിച്ചാലോ, എനിക്ക് ഗവൺമെന്റ് ജോബ് കിട്ടി, ഇനിയിപ്പോ എന്താ 60 വയസ്സ് വരെ അങ്ങോട്ട് പോവാം പരിപാടി, ഇനി എന്തിനാ പഠിക്കണമെന്ന് എന്നുള്ള നിലയിൽ ഞാനിങ്ങനെ ജോലി ചെയ്യാണ്ടായിരുന്നു. കേട്ടോളൂ കേട്ടോ. ജീവിതത്തിലെ മാറ്റങ്ങൾ വരുന്നത് നല്ല നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകുമ്പോഴാണ്. നല്ല നല്ല ഉപദേശങ്ങൾ, നല്ല സൗഹൃദ ബന്ധം, ഇതാണ്. അതിലത്തെ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയട്ടെ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പഞ്ചാബി, അവൻ MA ലിറ്ററേച്ചർ ആയിരുന്നു. അപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ സീനിയറും ക്വാളിഫിക്കേഷൻ വെച്ച് അവൻ മീഡിയാണ് ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? പക്ഷെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. അയാൾ വളരെ പിന്നെ ഇപ്പോൾ ടോപ്പ് പൊസിഷൻ ഐ തിങ്ക് റിട്ടയർ ആയത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഒരു കോർപ്പറേഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത് തോന്നുമ്പോൾ. എനിവേ ഞാൻ കോൺടാക്ട് ചെയ്യാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്തായിരുന്നു. ഇപ്പോഴും ഞാൻ കുറച്ച് കാലമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാറില്ല. പിന്നെ ഇപ്പോൾ അയാൾ എന്നോടൊരു ദിവസം ചോദിക്കും, ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ചായ രാവിലെ എന്നെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, സർ ക്യാൻ ഐ ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ? ശ്രദ്ധിച്ചോളൂ കേട്ടോ. നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറുന്നു എന്ന് മറക്കാൻ പറ്റാത്ത, ഞാൻ ഇന്നലെ പറഞ്ഞു, പലതും സംഭവിക്കും ജീവിതത്തില്. എൻ്റെ ജീവിതത്തില് ഒരു അനുഭവം, നല്ല സുഹൃത്തുക്കളുടെ ഗുണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാ വരുന്നു. അപ്പൊ ചായ കുടിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, എൻ്റെ പേരറിയാലോ നിങ്ങൾക്ക്, ഉണ്ണികൃഷ്ണൻ എന്നാണ്, ഉണ്ണി ജി അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ, അവിടെ ഷോർട്ട് ഫോമാണ് ഉണ്ണി ജി. വാട്ട് ഈസ് യുവർ മാർക്കറ്റ് വാല്യൂ ഇഫ് യു ഗോ ഔട്ട്സൈഡ്? ഞാൻ ഇതെന്താ അത് എന്ന് വെച്ചാൽ, ഈ ജോലി ഇല്ലെങ്കിൽ മാർക്കറ്റ് പോയാൽ തനിക്ക് എന്ത് ജോലി കിട്ടുമെന്ന് പോരെ. അതാണ് അയാൾ ചോദിച്ചത്. വാട്ട് ഈസ് യുവർ മാർക്കറ്റ് വാല്യൂ? ഈ ഗവൺമെന്റ് ജോബ് ഇല്ലെങ്കിൽ തനിക്ക് തൻ്റെ ഈ ക്വാളിഫിക്കേഷൻ വെച്ച് എന്ത് ജോലിയാണ് കിട്ടുക പുറത്തത് പോരെ. അപ്പൊ അയാൾ പറഞ്ഞു, ഐ ആം MA ലിറ്ററേച്ചർ. അയാൾ വളരെ നല്ല സത്യസന്ധമായിട്ടാണ് പറഞ്ഞു കേട്ടോ, അല്ലാണ്ട് അയാള് ഈഗോ ഇതല്ല. ഞാൻ MA ലിറ്ററേച്ചറാണ്, ഞാൻ എനിക്ക് ടൂറിസം ഡെവലപ്മെന്റ് ഇതുണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉണ്ട്, ഞാൻ എൻ്റെ ഫൈനാൻഷ്യലി സൗണ്ട് ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്, എനിക്ക് സ്വന്തം വീടുണ്ട്, അച്ഛൻ ഫൈനാൻഷ്യൽ കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൻ പറയണ്, യു ആർ നിങ്ങൾ അങ്ങനെ ആവരുത്, നിങ്ങളെല്ലാം കാരണം ദൂരെ നിൽക്കുന്നു വന്ന ആളുകൾ നല്ലതിൽ ലെവൽ എത്ര എന്നുള്ളതിൽ ഞാൻ പറഞ്ഞ കേട്ടോ, തെറ്റിദ്ധരിക്കരുതെന്ന് പറയുന്നത്. പക്ഷെ ഇത് എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ തലയിൽ ഇങ്ങനെ അങ്ങനെ ചോദിച്ചു ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, വാട്ട് ഈസ് യുവർ മാർക്കറ്റ് വാല്യൂ? ഇഫ് ദിസ് ജോബ് ഈസ് നോട്ട് ദർ, വാട്ട് ആർ യു ഗോയിങ് ടു ഡു? ഇത് എൻ്റെ തലയിൽ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അവശേഷിച്ചു. അന്ന് ഞാൻ തീരുമാനം എടുത്തു, ഏട്ടാ, ഐ വിൽ ഓൾസോ പ്രൂവ് മൈസെൽഫ്. ഞാൻ എങ്ങനെ എത്തുന്നു? അതിനുശേഷം ആണ് യു വുഡ് ബി സർപ്രൈസ്. ഞാൻ BCom എന്തോ ബോംബെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആള് പെട്ടെന്ന് ട്രാൻസ്ഫർ ആയിട്ട് പോയിട്ട് പഞ്ചാബിൽ ആയിട്ട് സ്റ്റാർട്ട് ഫ്രം പ്രീ യൂണിവേഴ്സിറ്റി പരവലത്തിൽ. അവിടെ പ്രീ യൂണിവേഴ്സിറ്റിയും പാസ്സായി, ഇന്റർമീഡിയറ്റും പാസ്സായിട്ട്, ഫസ്റ്റ് ഇയറും ഒക്കെ പാസ്സായ ആള് പ്രീ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് അവിടെ അവിടെ എന്തോ ആളുകൾ സ്ട്രൈക്കിൽ പോയായിരുന്നു, ഈ നോൺ ടീച്ചിങ് സ്റ്റാഫ്. അപ്പോൾ അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ എക്സംഷൻ സർട്ടിഫിക്കറ്റ് ഫോർ ഇതെന്ന് അവർ ഇഷ്യൂ ചെയ്തിരുന്നു, വൈസ് ചാൻസലർ ബോംബെ യൂണിവേഴ്സിറ്റി. പക്ഷെ അത് അവർ സ്വീകരിച്ചില്ല. അതായത് അവർ പറയുന്നത് വൈസ് ചാൻസലർ ബോംബെ യൂണിവേഴ്സിറ്റി ഇഷ്യൂ ചെയ്ത് ബോംബെ യൂണിവേഴ്സിറ്റി മാത്രമേ ബാധകമുള്ളൂ നിങ്ങൾ, കാരണം അത് പാസ്സായിട്ടില്ലല്ലോ കംപ്ലീറ്റ്. അപ്പം അതുകൊണ്ട് ആദ്യം മുതൽ പഠിക്കണം. അങ്ങനെ പ്രീ യൂണിവേഴ്സിറ്റി ആദ്യം മുതലാണ് പഠിക്കാൻ തുടങ്ങി പോരെ. അങ്ങനെ പഠിച്ചു. അപ്പം ഇവിടെ ഒരു പോയിന്റ് കൂടി ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി. ആരെങ്കിലും യങ്ങുണ്ടെങ്കിൽ ഓർത്തോളൂ. അത് കഴിഞ്ഞിട്ട് ഓരോരോ എനിക്ക് എവറി 3 years ഐ യൂസ് ടു ഗെറ്റ് പ്രൊമോഷൻ. ആ ഒരു സ്റ്റേജ് 1989, 87, 88 ഒരു സ്റ്റേജ് വന്നു, നിങ്ങൾ പഠിച്ചാൽ MA ഗ്രാജുവേറ്റ് ആയിട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റ് കിട്ടും, ഓഫീസർ ഗസറ്റഡ് ആ ലെവലിലെത്തും. അപ്പം ഞാൻ ഗ്രാജുവേറ്റ് ആയി. അപ്പം അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സീനിയർ ഓഫീസർ ആവാം. അപ്പം അത് മേടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ ട്രെയിനിങ് ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ അത്
ഇന്ത്യൻ സൊസൈറ്റി ഫോർ ട്രെയിനിങ് ഡെവലപ്മെന്റ് എന്ന് പഠിച്ചു. നോക്കൂ, നീഡ് ബേസ്ഡ് ക്വാളിഫിക്കേഷൻ ഇംപ്രൂവ്മെന്റ്. അവസാനം ഞാൻ നീട്ടുന്നില്ല, ഒന്നും കൂടി ഞാൻ പറയട്ടെ. ലാസ്റ്റിൽ ഒരു ഉദാഹരണത്തോടു കൂടി അവസാനിക്കും, ബാക്കി ഞാൻ പറയുന്നില്ല. എൻ്റെ കഥ പറയുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ്, പക്ഷെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് നിങ്ങൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയല്ല. ആ വേണ്ട ചില സമയത്ത് നമുക്കത് മതിയാകാതെ, കാരണം ഓരോന്നിനും ഓരോരോ ഇത് വേണ്ടി വരും. ഇപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ DRDOയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ HR ഹെഡിന് വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് നടക്കുന്ന സമയത്ത് പ്രൊഫഷണൽ ഡിഗ്രി വേണമായിരുന്നു. പ്രൊഫഷണൽ ഡിഗ്രി, നോട്ട് അക്കാഡമിക് ഡിഗ്രി. MA അത് പോരാ, അതൊക്കെ ഉണ്ട് എൻ്റെ. അപ്പോൾ എന്നിട്ട് ഞാൻ വേറെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എഗെയിൻ ഞാൻ പ്രൊഫഷണൽ ഡിഗ്രി എടുത്ത് അതങ്ങനെ എന്നിട്ടാണ് എനിക്ക്. അപ്പം എന്തിപ്പോൾ ഇതെന്ന് മനസ്സിലായത്, നല്ല ഫ്രണ്ട് നല്ല സജഷൻ തരും. ആ സജഷൻ നല്ലതാണോ ചീത്തയാണോ നമ്മൾ ആലോചിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. അവൻ്റെ ഒരൊറ്റ വാക്ക് എൻ്റെ ജീവിതത്തിൽ സക്സസ് ആയി. ചാലഞ്ചിങ് അസൈൻമെൻ്റ് എടുത്ത് ഇന്നും എത്രയോ കോഴ്സ് ഞാൻ എടുത്തുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ പടി, മനസ്സിലായില്ലേ? അപ്പം അതൊക്കെ എങ്ങനെ സാധിച്ച്? ഷോൾഡറിങ് റെസ്പോൺസിബിലിറ്റീസ്, ഡോണ്ട് സേ നോ. എവറിഥിങ് ഈസ് പോസിബിൾ പ്രൊവൈഡർ യു ഷുഡ് ഹാവ് ദി വിൽ പവർ ടു ഡു സോ. മനസ്സിലായില്ലേ? ഇതിൽ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയട്ടെ. ഇത് വളരെ റയറായിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആണ്. അതാണ് ഒരു സുഹൃത്ത്. ഇവിടെ ഈ സുഹൃത്ത് വേറെ ഒരു കാര്യം കൂടി ചെയ്തു, പോരെ വലിച്ചിൽ. അതായത് എപ്പോട്ടെ ഞാൻ അങ്ങനെ പഠിച്ചു, വേറൊന്ന് ചെയ്തത് എത്ര പേര് ഇത് ചെയ്യുന്നു കൂടി ഒന്ന് ആലോചിച്ചുള്ളൂ കേട്ടോ. ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞാൻ അവിടെ ഒരു വലിയൊരു സീനിയർ ഓഫീസറുടെ പോസ്റ്റ് ഉണ്ടായിരുന്നു. സീനിയർ ഓഫീസർ പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. 18 ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് കൊടുത്തു. അവിടെ കൊടുക്കണം ഗവൺമെന്റിൽ. എല്ലാ ലീഡിങ് ന്യൂസ് പേപ്പറിൽ കൊടുക്കുന്ന അഡ്വർടൈസ്മെന്റ് എല്ലാം അറിയില്ല നിങ്ങൾക്ക്. ലീഡിങ് ന്യൂസ് പേപ്പറിൽ കൊടുക്കണം, 18 പേപ്പറിലായിട്ട് കൊടുക്കണം. പിന്നെ എംപ്ലോയ്മെന്റ് ന്യൂസ്. അങ്ങനെ കൊടുത്തിട്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒറ്റ പോസ്റ്റേ ഉള്ളൂ. അപ്പം ഞാനും അപ്ലൈ ചെയ്തു, അയാളും അപ്ലൈ ചെയ്തു. ആരെ? ഈ പറഞ്ഞ കഥാനായകൻ. ഞാനും അപ്ലൈ ചെയ്തു. ഇത് വേറൊരു പോസ്റ്റിന് അപ്ലൈ ചെയ്തു, സീനിയർ ഓഫീസറുടെ ഗവൺമെന്റിൽ. അപ്പോൾ ഞാനും അപ്ലൈ ചെയ്തു, പിന്നെ അപ്ലൈ ചെയ്തു. എന്ത് പറ്റി? എനിക്ക് ഇന്റർവ്യൂ ലെറ്റർ വന്നു, ഇവൻ ഇന്റർവ്യൂ ലെറ്റർ വന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അന്ന് വൈകുന്നേരം എനിക്ക് ഞാനന്ന് ബാച്ചിലായിരുന്നു. ചപ്പാത്തി എന്തോ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ വിരല് ഈ ഇതിൽ വന്നു. അങ്ങനെ മുഴുവൻ സ്വെല്ലിങ് ആയി, ചൂട് പിടിച്ച് ചൂടുള്ളതിൽ നമ്മൾ വിരൽ വെച്ചു. അപ്പോൾ അത് സ്വെല്ലിങ് വന്നു. പിറ്റേ അന്ന് ഭയങ്കര വേദന. എനിക്ക് പരീക്ഷയ്ക്ക് പോകാൻ പറ്റില്ല, ഒന്നിനും പറ്റില്ല. അപ്പം ഞാൻ ആ ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്തില്ല. കാരണം എൻ്റെ കൈ മുഴുവൻ സ്വെല്ലിങ് ആയി. കാരണം ഈ തീയിൽ ഈ ചപ്പാത്തി ഒന്നും ഉണ്ടാകുമ്പോൾ ഓർക്കാതെ ഞാൻ കൈയാണ്ട് വെച്ചു അവിടെ ഇതിൽ തവയല്ലേ. അപ്പോൾ മുഴുവൻ പഴുത്തു വിരല്. അപ്പോൾ സ്വെല്ലിങ് വന്നു. അപ്പോൾ പിന്നെ ആ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റില്ല, എനിക്ക് പറ്റിയില്ല. അപ്പോൾ വിരലും പെന്നൊന്നും വയ്ക്കാൻ പറ്റുമായിരുന്നില്ല, ഇപ്പോൾ പിടിക്കാൻ പറ്റുമായിരുന്നില്ല, വേദനയുണ്ട്. അത് ഇറിറ്റേഷൻ കണ്ടമാനാണല്ലോ. അപ്പോൾ പോട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ പിന്നെ മനസ്സിൽ വെച്ചു പോട്ടെ, ഞാൻ അല്ലെങ്കിൽ അവനെങ്കിലും കിട്ടട്ടെ. ഓർക്കണോ, ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിക്കണം. ഇത് അവൈലബിൾ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണത് ജീവിതത്തിൽ. ഇത് സംഭവിക്കില്ല, കേരളത്തിൽ സംഭവിക്കില്ല കേട്ടോ. ഇവിടെ മേപ്പെട്ട് കയറുന്ന പിടിച്ച് കീഴ്പ്പെട്ട് പാരവയ്ക്കുന്ന ഏർപ്പാടുള്ളൂ. കണ്ടോളൂ, നല്ലൊരു ഉദാഹരണം ഞാൻ തരണം, നടന്ന സംഭവം. അപ്പം ഞാൻ വിചാരിച്ചു അവന് കിട്ടിക്കോട്ടെ, പോട്ടെ, ഞാനില്ലെങ്കിൽ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. എടാ, പിറ്റേ ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ മൂന്നാമത്തെ ദിവസം, കാരണം നെക്സ്റ്റ് ഡേ ഞാൻ ഓഫീസിൽ 8:30 8:45 ഒമ്പടിക്കാണ് ഓഫീസ്. ഞാൻ മുമ്പേ എത്തും. ജനറൽ മാനേജർ വിളിച്ചു. അയാൾ പിന്നീടൊക്കെ അംബുജ സിമെന്റിന്റെ ചെയർമാൻ മാനേജറായിട്ടായിരുന്നു. അയാൾ ഭയങ്കര പവർഫുൾ പോസ്റ്റിലായിരുന്നു അയാൾ. ഇയാൾ കമ്പനി സെക്രട്ടറിയാണ്, അതേമാതിരി ജനറൽ മാനേജർ ഫൈനാൻസും ആണ്. അയാൾ എന്നെ വിളിച്ചു. യെസ്, വാട്ട് ഈസ് ദിസ്, വാട്ട് യു ഹാഡ് ഡൺ, യു ഡിഡ്ന്റ് കം and the other person also didn't come. This advertisement was given for you. Several lakhs of rupees we spend for giving advertisement. How we will give answer to the auditors? നിങ്ങൾ രണ്ടുപേരും വന്നില്ല. 18 ന്യൂസ് പേപ്പറിൽ കൊടുത്താണ് അഡ്വർടൈസ്മെന്റ്. അതിൽ ലക്ഷക്കണക്കിന് രൂപ വരുന്നത്. അന്നത്തെ 5 ലക്ഷം ഉണ്ട്. അന്ന് 5 ലക്ഷം 18 ന്യൂസ് പേപ്പർ. ഏതാ? പിന്നെ ലീഡിങ് ഹിന്ദുസ്ഥാൻ ടൈംസ്, സ്റ്റേറ്റ്സ്മാൻ, ഹിന്ദു, നമ്മുടെ ട്രിബ്യൂൺ, അതേമാതിരി നമ്മുടെ ഡെക്കാൻ ക്രോണിക്കൽ, ഡെക്കാൻ ഹെറാൾഡ്, അങ്ങനെയുള്ള പേപ്പറിലാണ് കൊടുക്കുന്നത്. എല്ലാം ലീഡിങ് ന്യൂസ് പേപ്പറിലാണ്. അപ്പോൾ പൈസ അതേമാതിരി കൊടുക്കും. ഏതായാലും 5 ലക്ഷം ആണ്. അപ്പോൾ
യു ഡിഡ്ന്റ് കം. എപ്പോഴാണ് ഞാൻ ഓർത്തോ യു അവനും വന്നില്ല. ഇല്ല, നോക്കൂ, അതവിടെ ഇരിക്കട്ടെ. അയാൾ കുറെ എന്നോട് ദേഷ്യപ്പെട്ടു. എന്താ ഞാൻ ഓഡിറ്ററുടെ എന്ത് പറയും, ഈ മണി എങ്ങനെയാണ് അൺനെസസറി ഒരാൾ റിക്രൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്താ നിങ്ങൾ എന്തേ വന്നില്ല, എന്താ കാരണം എന്ന് പറഞ്ഞിട്ട് എന്നോട് ദേഷ്യപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു എക്സ്ട്രീംലി സോറി സർ, ദിസ് പോസ്റ്റ് ഈസ് ക്രിയേറ്റഡ് ഫോർ യു പീപ്പിൾ എന്നോട് പറഞ്ഞു. അവസാനം കുറെ കഴിഞ്ഞ് ഞാൻ പുറത്തു, ഞാൻ വളരെ അപ്പോളജൈസ് ചെയ്തു. സോറി സർ, ഇത് എൻ്റെ കൈ കൊണ്ട് വയ്യാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞ് ഞാൻ കൈ കാണിച്ചു കൊടുത്തു. അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയതാണ്, അത് സോറി, ഓക്കെ യു ക്യാൻ ഗോ എന്ന് പറഞ്ഞിട്ട്. കാരണം അയാൾ പറയില്ല, ഗവൺമെന്റിന്റെ ഓഡിറ്റ് ഇതിന് ആൻസർ കൊടുക്കണ്ടേ, ആള് ജനറൽ മാനേജർ ഫൈനാൻസ് ആണ്, ടോപ്പാണ്. ഇതാ പറഞ്ഞു ഞാൻ പുറത്തോട്ട് വന്നപ്പോണ്ട് ഇവൻ ഒരു കക്ഷത്തെ ബാഗും വെച്ചിട്ട് വരണു. ഞാൻ പറഞ്ഞു നീ പങ്കിട്ട് വാ. അപ്പൊ ഞാൻ ചോദിച്ചു എന്നാ നീ ഇന്നലെ വന്നില്ലേ? വളരെ കാഷ്വലായിട്ട് ഞാൻ വന്നില്ല. എന്ത് ഒന്ന് ഓർത്തോളൂ ഈ വാചകം, ഞാൻ വന്നില്ല. കാരണം എന്തറിയോ, തനിക്ക് കിട്ടിക്കോട്ടെ ജോബ്. നിങ്ങൾ ദൂരെ ഇരിക്കുന്ന 3000 കിലോമീറ്റർ ദൂരെ നിന്ന് വരുന്ന ആളുകളല്ലേ, നിങ്ങൾക്കല്ലേ ജോബ് വേണ്ടത്. ഞാൻ പർപ്പസ് ആയിട്ട് വരാതിരുന്നാണ് തനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട് പരിപാടി? അതായത് എനിക്ക് കിട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ അവൻ വന്നില്ല എന്ന് പരിപാടി. എനിക്കാണെന്ന് വെച്ചാൽ കൈ കൊണ്ട് സ്വെല്ലിങ് കൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. അപ്പൊ അവൻ്റെ ആ നല്ല മനസ്സ് നോക്കിക്കോളൂ. നിങ്ങൾ ദൂരത്തേക്കെന്ന് പറഞ്ഞതാണ്, നിങ്ങൾക്കാണ് ജോലിക്ക് ആവശ്യം, നിങ്ങൾക്കാണ്. എനിക്കിതൊന്നും ആവശ്യമില്ല, എനിക്ക് ദൈവം തന്ന് പൈസ കണ്ടമാനം എനിക്കുണ്ട്, ഇത് നിങ്ങൾക്കാണ് വേണ്ട. അതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ വന്നിറങ്ങണം ഇവിടേക്ക് ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ. അപ്പൊ അതുകൊണ്ട് തനിക്ക് കിട്ടിക്കോട്ടെ വിചാരിച്ചാൽ ഞാൻ വരാം. എത്ര നല്ല മനസ്സെന്നാലോചിച്ച് നോക്കൂ. പക്ഷെ രണ്ടുപേർക്കും പ്രയോജനം ഇല്ലാണ്ട് പോയി. അങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മുടെ നല്ല നല്ല സുഹൃത്തുക്കളുണ്ട്. അതേ പ്രകാരം വേറെ വിധ ചില സുഹൃത്തുക്കള് എങ്ങനെ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ എവിടെ കൊണ്ട് പാതാളത്തിൽ കൊണ്ടിട്ട് അങ്ങനെയും ഉണ്ട് ചിലരെ കേട്ടോ. പിന്നെ പ്രിയോറിറ്റൈസിങ്. പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ പ്രിയോറിറ്റൈസ് ചെയ്യുക ഓരോരോ വർക്ക്. അതേമാതിരി പിന്നെ ഏതാ ചെയ്യേണ്ടത് വെച്ചാൽ അത് ഈ വർക്ക്. പിന്നെ വർക്ക് ലൈഫ് ബാലൻസ് നോക്കൂ. വീട്ടിൽ നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുമ്പോഴും അതെ, വീട്ടിലത്തെ കാര്യങ്ങൾ, മക്കള്, ഭാര്യ, അച്ഛൻ, അമ്മ, എല്ലാവരെയും നോക്കേണ്ട ചുമതല നിങ്ങൾക്കുണ്ട്. ഭാര്യയും കുട്ടികളും മാത്രമല്ല, ആദ്യം അച്ഛനും മീൻ്റായിട്ടല്ലേ കുട്ടികളുണ്ടാവും, മക്കളുണ്ടാവണം. ആദ്യം അച്ഛനമ്മയും നോക്കണം. അതേമാതിരി ഇന്ന് മുഴുവൻ ഇവിടെ എന്താ പറയുക, ഓൾഡ് ഏജ് ഹോമിലായിക്കണ. നാളെ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ ആയിരിക്കും പഠിക്കണ്ട. അത് നിങ്ങൾ ഓർക്കണം, എല്ലാവരും ഓർക്കണം കേട്ടോ. ഇന്നത്തെ ജനറേഷന്റെ പ്രശ്നമാണ് പലതും വരുന്നത്. അവരുടെ ആ സാഹചര്യം, വളർന്നു വരുന്ന സാഹചര്യം വളരെ, എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞത്, പരിതാപകരമായിട്ടുള്ള സ്ഥിതിയാണ് ചിലത് വരുന്നത്. പരിതാപകരമായിട്ടാണ് പറഞ്ഞാൽ കേൾക്കൂല, ഡിസിപ്ലിൻ ഇല്ല. അങ്ങനെയാണ് ഓരോരുത്തർ എന്താ പറയേണ്ടത്, ഒരു ടൈമിന് പ്രോപ്പറായിട്ട് പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കില്ല. അവരവരുടേതായ ലോകത്തിലാണ്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതൊന്നും ഞാൻ എല്ലാവരുടെ കാര്യമല്ലേ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഇതൊക്കെ ശ്രദ്ധിക്കുക. അച്ഛനും അമ്മയും അപ്പൊ നമ്മൾ ഇത്ര ജോലി ഉണ്ടെങ്കിലും ശരി, വീട്ടില് കുറച്ച് സമയം ചെലവഴിച്ച് മക്കളോടൊക്കെ കളിച്ച് അതിന് നിങ്ങൾ സമയം കണ്ടെത്തണം. വർക്ക് ലൈഫ് ബാലൻസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടി സ്ട്രെസ് കൊണ്ട് നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. ഓഫീസിലെ ടെൻഷൻ, വീട്ടിൽ വന്നാലും ടെൻഷൻ പറയാം. പിന്നെ ഓപ്റ്റിമൽ നിങ്ങൾ ചെയ്യുന്ന ജോബ്. അപ്പൊ അതിന് മുമ്പേ ഒന്നും കൂടിയും പറയട്ടെ, ചിലപ്പോൾ മീഡിയ ഇത് വേണ്ടി വരും, നിങ്ങളുടെ മെഡിറ്റേഷൻ വേണ്ടി വരും, യോഗ ചെയ്യേണ്ടി വരും, സ്ട്രെസ് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ജോബ് വഴിപാട് കഴിക്കരുത്. വളരെ എക്സലന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി. എഴുതുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്, കറസ്പോണ്ടൻസ് ചെയ്യുമ്പോൾ ബ്യൂട്ടിഫുൾ കറസ്പോണ്ടൻസ്. അല്ലാണ്ട് ചിലവരുണ്ടല്ലോ മഹാഭാരതം, ഷേക്സ്പിയറുടെ ഇതുമാതിരി നോവലുമാതിരി എഴുതും ചിലവർ. എന്താ അതിൻ്റെ അർത്ഥം ഒന്നും അറിയില്ല. ലെറ്റർ അവർക്ക് ബിസിനസ് ലെറ്റർ എഴുതുമ്പോൾ നിങ്ങൾ ഈ ചരിത്രം എഴുതേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയുണ്ട്. അതൊന്നും പാടില്ല. കാരണം വായിച്ചിട്ട് എന്താ മനസ്സിലാവില്ല. നമ്മളെ വെറും എപ്പോഴും സിമ്പിൾ ലാംഗ്വേജ് ഡയറക്റ്റ് ആയിട്ടാണ് ബിസിനസ് കറസ്പോണ്ടൻസ്, സിമ്പിൾ ഇംഗ്ലീഷ്. കാരണം നിങ്ങൾ ഓർക്കണം, ഈ വായിക്കുന്ന ആളൊക്കെ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ട്. നിങ്ങൾ ശശി തരൂറാണോ വിചാരിക്കുക? ശശി തരൂർ MP തിരുവനന്തപുരം, സപ്പോസ് ഇഫ് ഈസ് റൈറ്റിംഗ് ഇതേമാതിരിയുള്ള ലെറ്റർ ടഫ് ഇംഗ്ലീഷ്, അതായത് കടിച്ച പൊട്ടാത്ത വേർഡും കൊണ്ട് ഉപയോഗിച്ചാൽ അത് കിട്ടുന്ന ആൾക്ക് മനസ്സിലാവണ്ടേ? അപ്പൊ എന്തായാലും ശശി തരൂർ ചെയ്യണം അറിയാമോ? ഇങ്ങനത്തെ വേർഡ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം ഡിക്ഷണറി ഇല്ല ഇതിനർത്ഥം. അതർത്ഥം ശശി തരൂറിന്റെ വേർഡ്. അപ്പോൾ അയാൾ അതിന്റെ അർത്ഥം ഇത് ബ്രിട്ടീഷ് ശൈലിയാണ്, അല്ലെങ്കിൽ ആസ്ട്രേലിയൻ മെത്തേഡാണ്, അമേരിക്കൻ സ്റ്റൈലാണ് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ അതിന്റെ മീനിങ് എഴുതും. പക്ഷെ അപ്പൊ ഞാൻ എന്താ പറയുക, ഇത്തരത്തിലുള്ള വേർഡ് ഈ കിട്ടുന്ന ആൾക്ക് ഇത് മനസ്സിലാവുമോ? അയാളുടെ ബുക്കുകൾ നോക്കിക്കോളൂ, എത്ര ടഫാണ്. അപ്പൊ പക്ഷെ നേരെ അബ്ദുൽ കലാമിന്റെ നോക്കിക്കോളൂ, വളരെ സിമ്പിൾ ഇംഗ്ലീഷ്.
കൊച്ചു കുട്ടികൾക്ക് പോലും വായിക്കാം ഇംഗ്ലീഷ്. പക്ഷേ മറ്റേ ശശി തരൂർ പറഞ്ഞ വേൾഡ് റിനൗണ്ട് പേഴ്സണായിട്ട് 24 ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട് അയാള്. അത് വേറെ വിധം ലിറ്ററേച്ചർ, ഇത് വേറെ വിധം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കറസ്പോണ്ടൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിരിക്കണം. ഗോള് പിന്നെ എക്സലന്റ് ആയിട്ട് നിങ്ങൾ പെർഫോം ചെയ്യുക. ഡു ഇറ്റ് ഫിനിഷ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന കാര്യം പൂർത്തിയാക്കാതെ നമ്മുടെ ബ്രിഡ്ജ് ഉണ്ടല്ലോ, ഇവിടെ ഒരു കൊച്ചിയിൽ ഒരു ബ്രിഡ്ജ് 9 കൊല്ലം ദങ്ങത്തന്നെ നിന്നു. ഇത് കീപ്പട്ട്, അതൊന്നും ഇങ്ങോട്ട് കീപ്പട്ടാക്കിയാൽ മതി, എന്നാ ഇപ്പൊ വാഹനം പോകുമായിരുന്നു. 9 കൊല്ലം അത് അങ്ങനെ തന്നെ നിന്നു. ഈ പ്രൊജക്റ്റ് അപ്പൊ ഫിനിഷ് ആണോ? പിന്നീട് എല്ലാവരും കൂടി, കാരണം റെയിൽവേ ട്രാക്കാണ്, അത് കഴിഞ്ഞിട്ട് പിന്നീട് എല്ലാവരും പറഞ്ഞിട്ട് അതിനൊന്ന് ഫിനിഷ് ചെയ്തു പോരാ വേജില്. അപ്പൊ ഈ ജോലി ചെയ്താൽ പോരാ, അത് ഫിനിഷ് ചെയ്യണ്ടേ അല്ലേ? ഫിനിഷ് ചെയ്യണ്ടേ? അപ്പൊ അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് അസൈൻമെന്റ് എന്ത് തന്നാലും അത് ഫിനിഷ് ചെയ്യുക. യെറ്റ് വെൻ ദ ടാസ്ക് ആർ കോംപ്ലക്സ്, ചിലപ്പോൾ കോംപ്ലക്സ് ആയിരിക്കും. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ പിന്നെ വെയിറ്റിംഗ്, അത് കൂടുതൽ വെയിറ്റിംഗ് പീരീഡ് പാടില്ല. അലോട്ടഡ് റെഗുലർ പിന്നെ ചങ്ക്സ് ടൈം ഓൺ ഓൾ വർക്കിംഗ് ഡേയ്സ്, ഈവൻ ഹോളിഡേ. ചില സമയത്ത് നമ്മളെ ജോലി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആരും പറയാതെ തന്നെ നമുക്ക് ഹോളിഡേയ്സിലൊക്കെ ചിലപ്പോൾ വരേണ്ടി വരും. അത് നിങ്ങൾ തെറ്റായിട്ട് വിചാരിക്കരുത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഡ്യൂട്ടിയാണ്, ഉത്തരവാദിത്തങ്ങളാണ്. ചില സമയത്ത് ചിലപ്പോൾ ശനിയാഴ്ച ഞാനൊക്കെ എത്രയോ പോയിട്ടുണ്ട്, ഞാൻ ലീവ് പോലും, എനിക്ക് കോമ്പൻസേറ്ററി ലീവ് പോലും എടുത്തിട്ടില്ല. ഇത് നിങ്ങളുടെ കാരണം ഉത്തരവാദിത്തമാണ്, നമ്മൾ ചെയ്തേ പറ്റൂ കേട്ടോ. പിന്നെ വേറെ ഒന്ന്, ടൈം ഓഡിറ്റിംഗ്. പറയേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഞാൻ കുറെ എടുത്താണ്. ടൈം ഓഡിറ്റിംഗ് ഇവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വേറൊരു കാര്യം ഞാനൊന്നും കൂടി പറയട്ടെ. നിങ്ങൾ ഈ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അർജന്റ് ആയിട്ടുള്ളത്, മീറ്റിംഗ് ടു ബി അറ്റൻഡഡ്, ആരൊക്കെയാണ്, ഇമെയിൽ അയക്കണം, ഫോൺ കോൾ പറഞ്ഞു, വിസിറ്റ്, ഡൊമസ്റ്റിക് വർക്ക് അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ഡു ഇറ്റ് ലിസ്റ്റ് ഇടുമ്പോൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ 9:10 എന്താണ്, 10 എന്താണ്, 11 മണിക്ക് എന്താണ്, 12 മണിക്ക് 1:10 എന്താണ് ചെയ്യേണ്ടത്, എന്നാൽ 1:30 ലഞ്ച്, 2 ഇത്, 3 അങ്ങനെയാണ് ഷെഡ്യൂൾ ഉണ്ടാക്കുക. ഓക്കെ. അപ്പൊ ഇതില് വേറെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ജപ്പാനില് അവര് ഉപയോഗിക്കുന്ന കളറാണ്. ആദ്യം ചെയ്യേണ്ട ജോബ് റെഡ് പാഡ് വെച്ചിട്ട് റെഡ് സ്ലിപ്പ് അറ്റാച്ച് ചെയ്യും. അതായത് ചിറ്റ് പാഡ് റെഡ്, പെട്ടെന്ന് ചെയ്യണം, അർജന്റാണെന്ന്. മറ്റേത് ലെസർ ടൈം എടുക്കാവുന്ന, കുറച്ച് ലേറ്റ് ആകുന്നതിന് ഗ്രീനോ ബ്ലൂ ആയിട്ടുള്ള ഇത് വെച്ചിട്ട് പേപ്പർ കളറ് ചിറ്റ് പാഡ്സ് ഉപയോഗിക്കും. അത് ജപ്പാനിലത്തേതാണ്. പിന്നെ 80%. പിന്നെ ടൈം ഓഡിറ്റിങ്, ഇത് പറയേണ്ട ആവശ്യമില്ല, ആൾറെഡി ഞാൻ പറഞ്ഞതാണ്, കുറെ പറഞ്ഞതാണ്. ഇതിനെപ്പറ്റി കൂടുതൽ ടൈം നമ്മൾ ഓരോരോ സമയത്തിൽ ചെയ്തു തീർക്കേണ്ടതാണ്. പിന്നെ മോട്ടിവേഷൻ, യെസ്, എന്ത് ചെയ്യുമ്പോഴും നോക്കൂ, മോട്ടിവേഷൻ വേണം, വർക്ക് കൾച്ചർ വേണം. പിന്നെ ഇവിടെ പറയുന്നത് ഈ സ്മോൾ പോർഷൻ ഓഫ് അവർ ടൈം ക്യാൻ ലീഡ് ടു എൻഹാൻസ്മെന്റ് ഓഫ് ഹാപ്പിനെസ്. ചെറിയ ഒരു കൊച്ചു കാര്യം പോലും നമുക്ക് നമ്മുടെ ഹാപ്പിനെസ്, ചെറിയ കൊച്ചു കാര്യങ്ങൾ എത്രയോ സന്തോഷമായിട്ട് നമുക്ക് പിന്നെ ജീവിതത്തിൽ സംഭവിക്കും. എത്രയോ എന്താ പറയേണ്ടത്, ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ചില ഇൻസിഡൻറ്റും അതേമാതിരി എ സ്മോൾ പോർഷൻ ഓഫ് അവർ ടൈം sometimes it gives lot of enhancement of happiness and fulfillment. മനസ്സിലായോ? ഇത്രയും അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അപ്പം എന്താ പറയേണ്ടത് വെച്ചാൽ, നമ്മൾ ചില സമയത്ത് സെലക്ട് ദ ബെസ്റ്റ്, അതെ നമ്മൾ ഈ 80% 20% കഥ പറഞ്ഞില്ലേ, അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുക. പിന്നെ വർക്ക് കൾച്ചർ നോക്കൂ, വർക്ക് കൾച്ചർ അത് വരുന്നുണ്ട്, വർക്ക് കൾച്ചർ വരുന്നുണ്ട്, അത് ഞാൻ പിന്നീട് വരുന്നുണ്ട്. ഓർഗനൈസേഷൻ വിത്ത് പോസിറ്റീവ് വർക്ക് കൾച്ചർ, അത് രണ്ടാമത്തെ റിപ്പീറ്റേഷൻ വേണ്ടത്, അതുകൊണ്ട് ഞാനത് അടുത്തേക്ക് പ്രവേശിക്കാം. ഐഡിയലിസ്റ്റിക് വിഷൻ, മിഷൻ, വെൽ ഡിഫൈൻഡ് മൾട്ടി ലെവൽ ഗോൾസ്, പല ഗോള് ക്ലിയർലി ഡിഫൈൻ. പിന്നെ ഡിഫൈൻഡ് അതോറിറ്റി, ആരാ ചെയ്യേണ്ടത്, ആരാണ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്, ഇതൊക്കെ ഉത്തരവാദിത്തങ്ങൾ, സ്ട്രെസ്, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്. പിന്നെ ഗുഡ് ക്വാളിറ്റി, പിന്നെ പ്രൊഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കുന്ന ഗുഡ് ക്വാളിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. ആൻഡ് സർവീസ്, ഇതൊക്കെ ഓർക്കണം. ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ്. ക്രിയേറ്റിവിറ്റി, അതിനുള്ള സമയം കണ്ടെത്തണം. ക്രിയേറ്റിവിറ്റി, റിസർച്ച്, റെസ്പെക്ട് ഫോർ ഇൻഡിവിജ്വൽ, ഇതാണ് ഇല്ലാത്തത്. മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ ഇന്നത്തെ തലമുറയ്ക്ക് ചില സമയത്ത് പറ്റുന്നില്ല. എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. റെസ്പെക്ട് ഫോർ ഇൻഡിവിജ്വൽസ് ഇല്ല ചിലപ്പോൾ, മനസ്സിലായോ? അതായത് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോയി വിചാരിക്കുക, സമയമില്ലാത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയാൻ വരുന്നത്. ഇൻഡിവിജ്വൽ നമ്മൾ അവിടെ മാനേഴ്സ്
നിങ്ങളിപ്പോ ഏത് പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്തൊക്കെ ഞാൻ ആയിരക്കണക്കിന് ഇന്റർവ്യൂവിന് ഞാൻ ഇത് ചെയ്താണ്. നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പേഴ്സണൽ ഇന്റർവ്യൂ ടൈമിൽ ഞാൻ മെമ്പർ സെക്രട്ടറി HR ഹെഡ് ഒക്കെ ആയിരിക്കുന്ന സമയത്തുണ്ട് ചില കുട്ടികളും കൂടെ വന്ന് കാലം മടക്കിടാണ്ടിരിക്കും. തെറ്റാണ്. പെർമിഷൻ ഇല്ലാണ്ട് റൂമിൽ വരരുത്. നോക്ക് ചെയ്തിട്ട് വരാൻ പാടോ. വന്നാൽ നിൽക്കണം. ഇരിക്കാൻ പറഞ്ഞാലേ താങ്ക് യു സർ എന്ന് പറഞ്ഞിട്ടാണ് ഈ ചെയറിൽ ഇരിക്കാൻ പാടോ. മനസ്സിലായി? അതേമാതിരി ഇന്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരോടും താങ്ക് യു വെരി മച്ച് സർ എന്ന് അവിടെ ആരാ ബോർഡിലുള്ള അവരോടൊക്കെ നോക്കിയിട്ട് അതിന് ശേഷമാണ്. അപ്പൊ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. അത് ഇന്ന് ചില സമയത്ത് അത് വരുന്നില്ല. ഞാൻ കാരണം എന്താ വെച്ചാൽ അങ്ങനെയുള്ള ജീവിത നിലവാരമാണ് ഓരോരുത്തർ. അത് ശരിയല്ല. റെസ്പെക്ട് ചെയ്യണം. കാരണം മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യുക. അതേമാതിരി അത് നമുക്ക് കാശൊന്നും കൊടുക്കണ്ടല്ലോ. ഓക്കെ, അതേമാതിരി നമ്മൾ പറയുന്നല്ലോ ഓക്കെ ഗുഡ് മോർണിംഗ്, ആരെയും വെൽക്കം ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഞാൻ എല്ലാവരും മോശമാണെന്ന് പറഞ്ഞത്. ചിലവരുടെ കാര്യം ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ചിലവരുടെ കാരണം ചോദിച്ചതിന് നേരെ വിപരീത ആൻസർ പറയുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചിലർ. നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി എന്തെങ്കിലും ചോദിച്ചാൽ അതിന് വിപരീതമായിട്ട് ആൻസർ പറയുക, ഇങ്ങനെയൊക്കെ ഉണ്ട് ചിലരെ. അപ്പൊ പിന്നെ ക്ലയന്റ് സിറ്റിസൺ ഓറിയന്റേഷൻ, നമ്മുടെ കസ്റ്റമറായിട്ട് നല്ല നല്ല ഇന്ററാക്ഷൻ വേണം. അല്ലെങ്കിൽ ആ കസ്റ്റമർ പിന്നെ നിങ്ങളെ കാണുപോലും ഇല്ല. മോട്ടിവേഷൻ, പിന്നെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, അത് പിന്നെ ഇൻസ്പയറിങ് ലീഡർഷിപ്പ്. ഇൻസ്പയറിങ് ആയിരിക്കണം. റോൾ മോഡൽ ആയിരിക്കണം ലീഡർ. ആരാ മുകളിൽ ഇരിക്കണേ അയാളെ ഇൻസ്പയറിങ് ആയിരിക്കണം. മനസ്സിലായില്ലേ? കലാമൊക്കെ ഉള്ള സമയത്ത് അയാൾ ഇൻസ്പയറിങ് ലീഡർഷിപ്പാണ് അയാളുടെ ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? അത് കഴിഞ്ഞിട്ട് കാണുന്നില്ല ആളുകളെ. അതിന് ഞാൻ പറഞ്ഞത് ഇൻസ്പയറിങ് ലീഡർഷിപ്പ്, ഹോണസ്റ്റി, ഇന്റഗ്രിറ്റി, സിംപ്ലിസിറ്റി, ഹൈ വിഷൻ ആൻഡ് പെട്രിയോട്ടിസം. പറയൂ എത്ര പേരുണ്ട് അത് കഴിഞ്ഞിട്ട്? നിങ്ങൾക്കൊരു കുട്ടികൾക്ക് ഒരു റോൾ മോഡൽ എന്നുള്ള നിലയ്ക്ക് കുട്ടികൾ പറയുന്ന സൽമാൻ ഖാൻ, ഷാറൂഖ് ഖാൻ, അതേമാതിരി സോണു നിഗമൊക്കെയാണ് പറയുന്നത്. റോൾ മോഡൽ മീൻസ് ഹൂ ഗിവ്സ് lot of message to the society. അതായത് ഐ ഓൾസോ വാണ്ട് ടു ബിക്കം ലൈക്ക് ദിസ്. പണ്ട് സർവപ്പള്ളി രാധാകൃഷ്ണൻ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിക്കോട്ടെ, അതേമാതിരി വേറെ പലരും എത്രയോ നല്ല നല്ല ക്വാളിറ്റി, ശ്രീ CV രാമൻ, അതേമാതിരി എത്രയോ നല്ല ആളുകളുണ്ട്. ഞാൻ മറ്റുള്ളവർ മോശം എന്നല്ല പറയുന്നത്. അതേമാതിരി റോൾ മോഡൽസ്, നമ്മുടെ ടീച്ചേഴ്സ്, അതേമാതിരി എത്രയോ നമ്മൾ സ്നേഹിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അത് നമ്മുടെ സ്കൂളാവാം, കോളേജാവാം. അങ്ങനെ നമ്മൾ റോൾ മോഡൽ ഉണ്ടാവണം. ഇപ്പൊ വളരെ ദുർലഭമാണ്. ഇപ്പൊ നമ്മൾ ആരെങ്കിലും അതുകൊണ്ട് പിന്നെ റോൾ മോഡൽ. ചില കുട്ടികൾ പറയും അച്ഛൻ, ചിലർ കുട്ടികൾ അമ്മ. കുഴപ്പമില്ല, അമ്മയും അച്ഛനും ഒക്കെ റോൾ മോഡൽ തന്നെയാണ്. നല്ല അവരുടെ സ്വഭാവങ്ങള്, കുട്ടികളെ വളർച്ചയ്ക്ക് വേണ്ടി അവർ ചെയ്യുന്ന സേവനങ്ങള്, മനസ്സിലായില്ലേ? അപ്പൊ അത് ഹെൽത്തി എംപ്ലോയർ അതാണ് പരമപ്രധാനം. വേറൊന്ന് ചാലഞ്ചിങ് ജോബ്സ്. ഞാനൊക്കെ എൻ്റെ എത്രയോ ചാലഞ്ചിങ് കിട്ടിയ ജോബ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക ആദ്യം. ഞാൻ ഇത് ചെയ്യില്ല എന്ന് പറയരുത്. ജോലി ചെയ്താലേ പഠിക്കാൻ പറ്റൂ. പിന്നെ ടീം സ്പിരിറ്റ്, കോർഡിയർ റിലേഷൻ വിത്ത് ഈച്ച് ആൻഡ് എവരിബഡി, വെൽ ഓർഗനൈസ് സിസ്റ്റം വേണം. മനസ്സിലായില്ലേ? പ്രിയോറിറ്റി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം. ചില സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ചിലർ ഇമ്പോർട്ടൻ്റ് അല്ല, ചിലപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ബീങ് മോർ പ്രൊഡക്റ്റീവ്. നിങ്ങളെ മാക്സിമം നിങ്ങൾ പ്രൊഡക്ടിവിറ്റി കൊടുക്കുക. അതിനെ few guidelines in this regard. Always keep in view goal, policy to be followed. നല്ലൊരു പോളിസി, വീക്ക്ലി പ്ലാന്, എവറി ഡേ. നിങ്ങളെ ഓർഗനൈസേഷന്റെ ഗോൾ അനുസരിച്ച് പോകണം. ഓർഗനൈസേഷൻ എന്താ പറയണം അതനുസരിച്ച് അവരുടെ ഗോൾ പ്രകാരം നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ. പിന്നെ പ്രൊസീജിയർ സിമ്പിൾ ആക്കുക. കോംപ്ലിക്കേറ്റഡ്. പണ്ടൊക്കെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ എൻ്റെ ഭഗവാനെ 4, 5, 6 പേജൊക്കെ ഉണ്ട്. ഇപ്പൊ സിമ്പിൾ, ഒറ്റ പേജ്, 5 മിനിറ്റ് കൊണ്ട് ഇതും തീർന്നു പരിപാടി. സിമ്പിൾ പ്രൊസീജിയേഴ്സ്. ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ, എന്താണ് ജോലി ചെയ്യേണ്ടതെന്ന്, പേഴ്സണൽ കണ്ടക്ട്, വർക്ക്, സ്റ്റഡീസ്, യൂസ്, ഓർഗനൈസേഷൻ മെത്തേഡ്, ടെക്നിക്, ഓർഗനൈസേഷൻ മെത്തേഡും ടെക്നിക്കും, മേക്ക് കറക്റ്റ് ഡിസിഷൻ. അതായത് അതാത് സമയത്ത് എടുക്കേണ്ട ഡിസിഷൻ, എഫിഷ്യൻ്റ്ലി, അവോയ്ഡ് ഫയലിംഗ് യൂസ്ലെസ് ആൻഡ് ഇറലവന്റ് ഇൻഫർമേഷൻ, ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ കൊടുക്കരുതെന്ന്. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. പ്രിയോറിറ്റി ഞാൻ പറഞ്ഞു, അർജന്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ്, നോട്ട് അർജന്റ്, നീദർ അർജന്റ് നോർ ഇമ്പോർട്ടൻ്റ്. പിന്നെ ഒരു കാര്യം അർജന്റ് ഓക്കെ, അത് ഞാൻ പറഞ്ഞു. ഓപ്റ്റിമം എക്സലൻസ്, പെർഫെക്ഷൻ. ഓക്കെ, ക്വാളിറ്റി ടു അറ്റൈൻമെന്റ്, ക്വാളിറ്റി അറ്റൈൻ ചെയ്യണം. വളരെ നല്ല ക്വാളിറ്റി. നോക്കൂ, ക്വാളിറ്റി ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു സാധനം എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, അത് തിരിച്ചു വരും. ഇവിടെ ഒരു കാര്യം പറയേണ്ടത്,
നമ്മൾ വെൻ വി ആർ എക്സ്പോർട്ടിങ് സർട്ടൻ പ്രൊഡക്ട്സ്, ശ്രദ്ധിക്കണേ, നിങ്ങളുടെ കമ്പനി അയച്ചു വിചാരിക്കുക അമേരിക്കയിലേക്ക്, അത് തിരിച്ചു വന്നാൽ നിങ്ങൾക്കെല്ലാം മോശം, രാജ്യത്തിനാണ്. ഇത് എവിടുന്നാ വന്നേ? അപ്പോൾ പറയും ഇന്ത്യ എന്നാണ്. അപ്പൊ ഇന്ത്യക്കാണ് മോശം. അപ്പൊ ഓർക്കണം, രാജ്യസ്നേഹം വേണം. അതായത് നല്ല പ്രൊഡക്റ്റ് മാത്രമേ, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? റിജക്റ്റ് അതിനെ അനുവദിക്കരുത്, കാരണം അത് രാജ്യത്തിന് മോശമാണത്. ഉദാഹരണം പറയണോ? സമയമില്ല, വളരെ സമയമില്ല. പണ്ട് ജപ്പാനില് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവർ ഭയങ്കര ബോംബെല്ലാം ഇട്ടതിന് ശേഷം തരിപ്പണായി, പൈസയില്ല, യാതൊന്നുമില്ല, അങ്ങനെ അവർ പലതും പ്രൊഡ്യൂസ് ചെയ്ത്, അവർ സർവൈവലിന് വേണ്ടി പലതും പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്തു, അങ്ങനെ ചെയ്തു, എല്ലാം പോറിൽ റിജക്ട് ചെയ്തു. പലതും അവരുടെ പ്രൊഡക്റ്റ് പണ്ട് ഞാൻ പറയുന്നത് 45 ശേഷം, ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത്. ഇപ്പൊ അവര് മോസ്റ്റ് ഡെവലപ്ഡ് കൺട്രിയാണ്. അന്നത്തെ കാര്യം ഞാൻ പറഞ്ഞു നോക്കുള്ളൂ. ഉദാഹരണം, അവരെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവർക്ക് എങ്ങനെയും സർവൈവ് ചെയ്യണം, പൈസ വേണമെന്ന് പറഞ്ഞിട്ട് പല പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് പലതും ഇങ്ങനെ ഉണ്ടാക്കി വിറ്റു. അതെല്ലാം തിരിച്ചു വന്നു. അപ്പോ ആളുകൾ തമാശയിൽ ചോദിക്കും, ഇതെവിടെ ജപ്പാൻ വന്നാണല്ലേ എന്ന്. അങ്ങനെ രാജ്യത്തിന് ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങി. അന്ന് അവർ പ്രതിജ്ഞ എടുത്തു, വി വിൽ പ്രൂവ് ടു ദ വേൾഡ് ദാറ്റ് അവർ ക്വാളിറ്റി വിൽ ബി നമ്പർ 1 ഇൻ ദ വേൾഡ്. നോക്കൂ, ഓട്ടോമൊബൈൽ നോക്കൂ, അവരുടെ പ്രൊഡക്റ്റ് നോക്കൂ, ജപ്പാന്റെ ഓരോരോ കാര്യങ്ങൾ നോക്കൂ. ചൈനയിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റ് തിരിച്ചു പോകും, ഗ്യാരണ്ടി ഒന്നുമില്ല. പക്ഷെ ജപ്പാന്റെ ക്വാളിറ്റി നോക്കുമ്പോൾ ഈ ഓട്ടോമൊബൈൽ നോക്കുള്ളൂ, എത്ര എണ്ണം. ഇപ്പൊ ഈ നമ്മുടെ മാരുതിക്ക് ജപ്പാന്റെ അല്ലേ, മാരുതി സുസുക്കി ഒന്ന് നോക്കൂ, എല്ലാം നിപ്പൺ. എന്നിട്ട് എത്ര നോക്കൂ, എന്താണ് വണ്ടികൾ ഓട്ടോമൊബൈൽ, അതുമാതിരി എല്ലാം ഇലക്ട്രോണിക്സ്, TV ആയിക്കോട്ടെ, നിങ്ങൾ നോക്കൂ, എല്ലാം ജപ്പാന്റെ അല്ലേ. ഓക്കെ, അപ്പോൾ അത്. പിന്നെ വേറെ എയിം ഫോർ കോൺസ്റ്റന്റ് ഇമ്പ്രൂവ്മെന്റ് വേണം. പിന്നെ ഫിലോസഫി ഇൻ എക്സൽ വെൽ ടു ബെറ്റർ, ആൾവേസ് പെർഫെക്ഷനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു. പിന്നെ അത് എല്ലാ ജോലിയും ചെയ്യുക. പിന്നെ ഓരോരോ കാര്യങ്ങൾ ഡിവൈഡ് ചെയ്യുക. അതായത് ചില സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസ് വർക്കിംഗ്, എവറി ആക്ടിവിറ്റി ഓട്ട് ടു ബി ലിങ്ക്ഡ് ടു ദി അൾട്ടിമേറ്റ് ഗോള്. അതേമാതിരി എൻഷുവർ ദ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, എ പ്ലേസ് ഫോർ എവറിഥിങ് ആൻഡ് എവറിഥിങ് ടു ഡു ഇറ്റ്, ടൈം ഫോർ എവറിഥിങ് ആൻഡ് everything at its time. Time wastage must be minimized and time savers multiplied. ഓക്കെ, കോൺസ്റ്റന്റ് മോണിറ്ററിങ്ങും വളരെ ആവശ്യമാണ്. ഓക്കെ, പിന്നെ പിന്നെ വേറൊരു കാര്യം ഇതില്, പിന്നെ നോക്കട്ടെ, വേറെ ടു ഇംപ്രൂവ് ഓവറോൾ ഇംപ്രൂവ്മെന്റ്, ഐഡിയൽ ഡിസ്ട്രിബ്യൂഷൻ, അത് ഞാൻ പറഞ്ഞു. പോസിറ്റീവ് വെയിറ്റിംഗ്, അതും ഞാൻ പറഞ്ഞു. ഓക്കെ, ബീയിങ് മോർ പ്രൊഡക്ടിവിറ്റി ആൾവേസ്, അത് ഞാൻ പറഞ്ഞു. ഹാവ് എ ഡെയിലി, അത് പറഞ്ഞു. കണ്ടക്ട്, വർക്ക് കൾച്ചർ, അതിനെപ്പറ്റി പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇനി ഒന്ന് വേറെ നോക്കട്ടെ. ഗോൾ സെറ്റർ, അത് പറഞ്ഞു. ഫങ്ഷണൽ ഗോൾ ലൈഫിൽ, അത് ഞാൻ പറഞ്ഞു. പിന്നെ സെൽഫ് മാനേജ്മെന്റ്, നമ്മളെ സ്മാർട്ട് ഗോൾസ് ആയിരുന്നു. ഓരോ ഗോൾ വളരെ ഇതായിരിക്കണം. സെൽഫായിട്ട് നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. അതില് ക്ലിയർ അഹെഡ് വൺസ് ഡിസൈഡ് ഗോൾസ്, അണ്ടർസ്റ്റാൻഡ് ദ ചേഞ്ച് ഓഫ് ഹാബിറ്റ്, നമ്മുടെ സ്വഭാവം മാറണം ചില സമയത്ത്. ലോഞ്ച് എ ന്യൂ ഹാബിറ്റ്, പുതിയ കൾച്ചർ നമുക്ക് വേണ്ടി വരും. പ്രാക്ടീസ് ദ ന്യൂ ഹാബിറ്റ്സ് ഓഫൺ, പുതിയ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഡിറ്റർമിനേഷനോട് കൂടി ചെയ്യണം. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം പറയട്ടെ. എഫക്റ്റീവ് ഡെലിഗേഷൻ, പവർ ഡെലിഗേറ്റ് ചെയ്യണം ആളുകൾക്ക്. ചെയർമാൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, എക്സിക്യൂട്ടീവ് ജനറൽ മാനേജർ, റീജിയണൽ മാനേജർക്ക്, അസിസ്റ്റന്റ് മാനേജർക്ക്, അങ്ങനെ പോകണം. അപ്പോൾ ഓരോരുത്തർ കാര്യം ഓരോരു ചെയ്യും. അല്ലെങ്കിൽ ബാങ്ക് നോക്കിക്കോളും. സബോർഡിനേറ്റ് ടൈം, നമ്മളെ സബോർഡിനേറ്റ്സിന്റെ ടൈം നമ്മൾ മാനേജ് ചെയ്യണം. വർക്ക് സ്റ്റഡീസ് വേണം, പ്ലാനിങ് വേണം. അതാണ് പ്രൈമറി തിങ്. എല്ലാം പ്ലാനിങ്ങോട് കൂടി ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ താറുമാറാകും. പിന്നെ ഗോൾ സെറ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ. സ്മാർട്ട് ഗോൾസ് പറഞ്ഞു. സെൽഫ് മാനേജ്മെന്റ് ഞാൻ പറഞ്ഞു. ഓക്കെ, സ്മാർട്ട് ഗോൾസ് ആണ് കേട്ടോ, GOALS, ചിലപ്പോൾ ഫിംഗറിന്റെ ഈ പ്രശ്നമാണ്. അപ്പൊ കൺക്ലൂഷൻ, ദ സ്റ്റഡി ഹൈലൈറ്റ്സ് ദ ടൈം മാനേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടൈം മാനേജ്മെന്റ് കേട്ടോ, ടൈം മാനേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, which may be aided by a range of techniques, പറഞ്ഞല്ലോ കുറേ ടെക്നിക്ക്, which are used to manage time when an employee individual has to accomplish specific tasks and goals with a stipulated സമയത്തിന്റെ പരിധിയുടെ ഉള്ളിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. In this unit we have explained the main approaches and major techniques. അല്ലേ, ഈ യൂണിറ്റിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും, അപ്രോച്ചസ്, മേജർ ടെക്നിക്സ്, എന്താണ് ടൈം മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞു. പ്രൊമോട്ടിങ് എഫിഷ്യൻസി, അത് കഴിഞ്ഞ് എഫക്റ്റീവ്നെസ്. എഫിഷ്യൻസി എഫക്റ്റീവ്നെസ് തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ.
അതേമാതിരി ഇൻ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആസ് വെൽ പ്രൈവറ്റ് സെക്ടറിലും ഇത് ആവശ്യമാണ്. അവരുടെ പ്രൊഡക്റ്റ് അതല്ലെങ്കിൽ നമ്മുടെ ജോബ് പോകും ചില സമയത്ത്. പ്രൈവറ്റ് സെക്ടറിൽ വളരെ പ്രധാനം, നമ്മൾ കൂടുതൽ ജാഗ്രത പ്രകടിപ്പിക്കണം. കാരണം അവരെ ടാസ്ക് ആണ് നോക്കുന്നത്, നമ്മൾ എന്തെല്ലാം ചെയ്തു, നമ്മുടെ അച്ചീവ്മെന്റ് ആണ് നോക്കുന്നത്. ആൻഡ് സജസ്റ്റഡ് ദി അപ്രോപ്രിയേറ്റ് ടെക്നിക്സ് ടു ബി യൂസ്ഡ് ഫോർ ടൈം മാനേജ്മെന്റ്. അപ്പോൾ ഗവൺമെന്റിലായാലും പ്രൈവറ്റിലായാലും നമ്മളെ അപ്രോപ്രിയേറ്റ് ടെക്നിക്സ് സാഹചര്യത്തിനനുസരിച്ച് സമയത്തിന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പ്രവൃത്തികൾ ചെയ്യണം. എന്നാലേ നമുക്ക് സക്സസ് ഉണ്ടാവും. അതേമാതിരി പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ദേ വിൽ പ്രോസ്പർ ലൈക്ക് എനിത്തിങ് വിത്ത് യുവർ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ്. അപ്പൊ അതിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഓക്കെ, താങ്ക് യു. സീ യു ടുമോറോ. ബൈ.